Good evening, everyone. So, welcome to the final lab session for the upcoming examination in Multifed and Kerala State Planning Board. So, we have preparation, final endilana. So, we exam in 1 week painting. So, examination is very close. So, final days in the very crucial. All aspirants are crucial. So, this stage success ഒരുപാട് പഠിച്ചു എന്നതിനേക്കാളും കൂടുതൽ എഫക്റ്റീവ്ലി എങ്ങനെ റിവൈസ് ചെയ്യുന്നു, എങ്ങനെ ടൈം മാനേജ് ചെയ്യുന്നു, എങ്ങനെ കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങളെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും എങ്ങനെയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയൊക്കെയാണ് പ്രോപ്പർ പ്ലാനിങ് ചെയ്യേണ്ടത്, സോ പഠിച്ചതിൽ എന്തൊക്കെയാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്, എക്സാം പാറ്റേൺ എങ്ങനെയാണ്. സോ എല്ലാവരും തന്നെ അവരുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. സോ എല്ലാവരുടെ ഹോൾ ടിക്കറ്റില് പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊരു 1 ടൈം എങ്കിലും ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് സിലബസ് ഏരിയാസ് എന്തൊക്കെയാണ്, സോ ടൈം മാനേജ്മെന്റ് എങ്ങനെ ചെയ്യാൻ പറ്റും. സോ നമ്മളിപ്പോ തന്നെ ഒരുപാട് MCQs ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തവരാണ്. സോ എങ്ങനെയാണ് എക്സാം ഹോൾ അപ്രോച്ച് ചെയ്യേണ്ടത്, ഫൈനൽ റിവിഷൻ ടിപ്സ്, ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇനിയുള്ള സമയം ഇറ്റ് ഇസ് നോട്ട് ഫോർ സ്ട്രെസ്സിങ് അല്ലെങ്കിൽ പാനിക് ആവാനുള്ളതല്ല, ഫോക്കസ്ഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക, റിവൈസ് ചെയ്യുക. ഓക്കെ, സോ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് വൺസ് അഗെയിൻ വെൽക്കം യു ഓൾ. സോ നമുക്കറിയാം കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡും മത്സ്യഫെഡും കൂടെ ഒരൊറ്റ സിംഗിൾ എക്സാമിലാണ് ഇത്രയും കാറ്റഗറീസിന് വേണ്ടി എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് 268, 442, 460, 609 ആൻഡ് 640 ഇത്രയും എക്സാംസിന് വേണ്ടിയും ഒരൊറ്റ കോമൺ OMR എക്സാം ആണ് നടത്തുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ ഒരു ഒറ്റ പ്രിപ്പറേഷനേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരാം, ഈ ഒരൊറ്റ എക്സാം വഴി എങ്ങനെയാണ് ഇത്രയും പോസ്റ്റിലേക്ക് കട്ട് ഓഫ് ഒക്കെ നിശ്ചയിക്കുന്നത്. ഈവൻ ദോ ഇതൊരു സിംഗിൾ കോമൺ എക്സാം ആണെങ്കിലും ഓരോ പോസ്റ്റിനും സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് ആയിരിക്കും, സെപ്പറേറ്റ് കട്ട് ഓഫ് മാർക്സ് ആയിരിക്കും. കാറ്റഗറി നമ്പറിന്റെയും ക്വാളിഫിക്കേഷന്റെയും റിസർവേഷന്റെയും വേക്കൻസീസിന്റെ നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റും സെപ്പറേറ്റ് കട്ട് ഓഫ് മാർക്സും ആയിരിക്കും ഓരോ കാറ്റഗറിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു അവർ സെഷൻ. നമുക്ക് ആദ്യമേ തന്നെ എന്താണ് ഈ ഒരു എക്സാം, എത്ര എക്സാംസ് ആണ് നടത്തുന്നത് എന്നുള്ള കാറ്റഗറീസ് ഒക്കെ ആദ്യം നമുക്ക് നോക്കാം. സോ എക്സാമിന്റെ ഡേറ്റ് മെയ് 20 ആണ്, അതായത് ഇന്ന് 13 ആണ്. സോ കമ്മിങ് വെനസ്ഡേ, ഇന്നൊരു വെനസ്ഡേ ആണ്. സോ നെക്സ്റ്റ് വെനസ്ഡേ ആണ് നമുക്ക് എക്സാം ഷെഡ്യൂൾ ഇട്ടിരിക്കുന്നത്. സോ ഇത്രയും കാറ്റഗറീസ്, ഏകദേശം 5 കാറ്റഗറീസിലോട്ടുള്ള എക്സാംസ് ആണ് നടക്കുന്നത്. അസിസ്റ്റന്റ് പ്രോഗ്രാമർ ആണ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലോട്ടുള്ളത്, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, ഡെപ്യൂട്ടി മാനേജർ IT, മാനേജർ IT, അസിസ്റ്റന്റ് മാനേജർ IT, ഇത്രയും മത്സ്യഫെഡിലോട്ടുള്ളതാണ്. സോ ഈ 2 ഡിപ്പാർട്ട്മെന്റ്സും കൂടെ ഒരൊറ്റ എക്സാം അല്ലെങ്കിൽ ഇത്രയും കാറ്റഗറീസ് ഓഫ് എക്സാംസിന് വേണ്ടി നടത്തുന്ന ഒരു എക്സാം ആണ് മെയ് 20 പ്രോഗ്രാമർ തസ്തികകളിലേക്ക് കൊടുത്തിട്ടുള്ളവരും മാനേജർ പോസ്റ്റിലേക്ക് കൊടുത്തിട്ടുള്ളവർക്കും എല്ലാവർക്കും കൂടെ ഒരൊറ്റ സിലബസും ഒരൊറ്റ എക്സാമും ആണ്. ഓക്കെ, സോ ഇതാണ് ഇത്രയും കാറ്റഗറീസ് ഓഫ് എക്സാംസ് ആണ് ഈ ഒരു ദിവസം കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. നെക്സ്റ്റ്, എക്സാം പാറ്റേൺ. സോ 20 May 2026, that means Wednesday, 1 hour 30 minutes ആണ്. സോ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കൊക്കെ അഡ്മിറ്റ് കാർഡ് എല്ലാവരും ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്, പ്രിന്റ് ചെയ്തെടുത്തവരുണ്ട്. അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എത്ര മിനിറ്റ് ആണ് കൂൾ ഓഫ് ടൈം, എത്ര മിനിറ്റ് ആണ് എക്സാം. സോ അതെല്ലാം ഒന്ന് നിങ്ങൾ ഒരു 1 ടൈം വായിക്കണം. അതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ 20 മിനിറ്റ് വേരിഫിക്കേഷന് വേണ്ടിയുള്ളതാണ്. അതായത് ID-യും അഡ്മിഷൻ ടിക്കറ്റും വേരിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ടൈമാണ് ആദ്യത്തെ 20 മിനിറ്റ്സ്. അപ്പം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട സമയം 10:30 ആണ്, 10:30 AM. സോ 10:30 തൊട്ട് 12:20 വരെയാണ് എക്സാം ടൈം. ഓക്കെ, ഇതിലെ ആദ്യത്തെ 20 മിനിറ്റ്സ് ആണ് വേരിഫിക്കേഷന് വേണ്ടി പോകുന്നത്. അങ്ങനെയാണ് ബാക്കി 1.5 hours വരുന്നത്. ദാറ്റ് മീൻസ് 90 മിനിറ്റ്സ്. ഓക്കെ, 10:30 കഴിഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്ന ആരെയും എക്സാം ഹോളിലേക്ക് അഡ്മിറ്റ് ചെയ്യത്തില്ല. അപ്പൊ 10:30 എന്ന് പറയുന്ന സമയമല്ല നമ്മൾ നോക്കേണ്ടത്. ഒരു 10 o'clock അല്ലെങ്കിൽ 10:15 ഒക്കെ ആകുമ്പോഴത്തേനും അവിടെ എത്താനായിട്ട് ശ്രദ്ധിക്കുക. സോ അത് അവരവരുടെ എക്സാമിനേഷൻ സെന്റർ എവിടെയാണെന്ന് പ്രോപ്പർ ആയിട്ട് തന്നെ നോക്കുക. അതുപോലെ തന്നെ അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ നിങ്ങൾ ഓൾറെഡി ഫോട്ടോസ് ഒക്കെ ഉണ്ട്. അതിൽ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് ഫോട്ടോ ഒരിക്കലും
അറ്റാച്ച് ചെയ്ത് കൊണ്ടുപോകരുത്. അതൊക്കെ നിങ്ങളുടെ എക്സാം ഒരിക്കലും ഡിബാർ ആയിപ്പോ. സോ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. സോ അവരവരുടെ എക്സാം ഹോൾ ടിക്കറ്റിനകത്ത് എക്സാമിനേഷൻ സെന്റർ പ്രോപ്പറായിട്ട് നോക്കി എവിടെയാണ് എന്ന് മനസ്സിലാക്കുക. സോ അത് ശ്രദ്ധിക്കുക. സോ 10:30 to 12:20 എന്ന് പറയുന്ന സമയം എന്ന് പറയുന്നത് 10:30ക്ക് എത്തുക എന്നുള്ളതല്ല, കുറച്ച് മുൻപേ എത്താനായിട്ട് ശ്രദ്ധിക്കുക. മോഡ് OMR ബേസ്ഡ് ആണ്. ദാറ്റ് മീൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ആണ് നടക്കാൻ പോകുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് അനുസരിച്ചാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അതായത് സബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് എക്സാം അല്ല. മീഡിയം ഈസ് ഇംഗ്ലീഷ്. ടോട്ടൽ മാർക്സ് ഓൺ 100. അപ്പം 90 മിനിറ്റ്സ് ആണ് നമുക്ക് ഡ്യൂറേഷൻ ഉള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം 100 ക്വസ്റ്റ്യൻസുമാണുള്ളത്. 100 ക്വസ്റ്റ്യൻസിന് 90 മിനിറ്റ്സ് ആണ്. അപ്പൊ ടൈം മാനേജ്മെന്റും സ്പീഡുമാണ് നമുക്ക് ഇതിൽ വേണ്ടത്. അല്ലാതെ ഇപ്പൊ ഒരു കോൺസെപ്റ്റിനെ പറ്റി വളരെ ഗ്രാഹ്യമായിട്ട് അറിവ് എനിക്കുണ്ട്, ഞാൻ നെറ്റ്വർക്കിങ്ങിൽ വളരെ വലിയൊരു അസാധാരണമായ കഴിവുള്ള ഒരാളാണ്, അത് നമുക്ക് ഒരിക്കലും ഈ ഒരു എക്സാമിൽ പ്രൂവ് ചെയ്യാൻ പറ്റില്ല. എസ്പെഷ്യലി ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വേണ്ടത് സ്പീഡ് along with time management. നമുക്ക് ടൈം പ്രോപ്പർലി മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇതാണ് ഒരു എക്സാം പാറ്റേൺ വരുന്നത്. എക്സാമിന്റെ ടൈം എല്ലാവരും നോക്കി മാനേജ് ചെയ്ത് തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, ഓൾറെഡി നമ്മളുടെ നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു സിലബസ് ആണ് പ്രോഗ്രാമിംഗ്, ഡേറ്റ സ്ട്രക്ചേഴ്സ്, DBMS, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ. എക്സാം പോസ്റ്റ്പോണ്ട് ആവാൻ ചാൻസ് ഇല്ല. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുവാ. ഇനിയിപ്പോ 1 വീക്ക് അല്ലേ ടൈം ഉള്ളൂ. ഇനി ഈ ഒരു നിമിഷത്തിൽ ഇനി പെട്ടെന്ന് പോസ്റ്റ്പോണ്ട് ആവാനുള്ള ചാൻസ് ഇല്ല. ഇതുവരെ ഒന്നും റിപ്പോർട്ടഡ് അല്ല. സോ May 20 എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ നടക്കുമെന്നാണ് ആസ് ഓഫ് നൗ. ഇതുവരെ അതിനെപ്പറ്റി ഉള്ള ഒരു കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടില്ല. സോ May 20 ആണ് എന്നുള്ള രീതിയിൽ തന്നെ മുൻപോട്ട് പോയി. ഇതുവരെ ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മളുടെ അടുത്ത റൂളിംഗ് പാർട്ടി ഒന്നും ഇതായിട്ടില്ല. സോ അതിന്റെ എന്തെങ്കിലും കേസും കൊണ്ട് വല്ലതും വന്നാലേ ഉള്ളൂ. പക്ഷെ ഇതുവരെ അങ്ങനത്തെ കേസൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ലെറ്റ്സ് സീ. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ we will keep you updated. സോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പോസ്റ്റ്പോണ്ടിങ് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളെ അത് പ്രോപ്പർലി അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉണ്ടാവും. സോ SSLC +2 റിസൾട്ട് ഒക്കെ മാറ്റി, അതും കണ്ടു. ഇതുവരെ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. എനിവേ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇനി 1 വീക്കും കൂടെ ടൈം ഉണ്ട്. 1 വീക്ക് എന്ന് പറഞ്ഞാൽ മേ ബി ചിലപ്പോൾ തലേദിവസമായിരിക്കും മാറ്റിയെന്ന് പറയുക. എന്തായാലും എന്ത് അപ്ഡേറ്റ്സ് വന്നാലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. സോ കോൺസെപ്റ്റ്സും സിലബസ് ഡിസ്കസ് ചെയ്ത് നോക്കുവാണെങ്കിൽ സിലബസ് ഒക്കെ നമ്മൾ ഓൾറെഡി നിങ്ങളൊക്കെ ഫെമിലിയർ ആണ്. എവിടെയാണ് കൂടുതൽ വെയിറ്റേജ് ഉള്ളത്, കൂടുതൽ മാർക്ക് വെയിറ്റേജ് എവിടെയാണുള്ളത്, ഏതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഒരുപാട് MCQs നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ അപ് ടു മാർക്കാണ്. സോ നമ്മൾ ഇനിയും ചെയ്യേണ്ടത്, ഇതിപ്പോ ഞാൻ ജസ്റ്റ് സിലബസ് കാണിച്ചതാണ്, സിലബസിന്റെ ഒരു ഓവർവ്യൂ കാണിച്ചതാണ്, എവിടെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ കാണിച്ചതാണ്. ഓക്കെ. നെക്സ്റ്റ്, ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് സിലബസിൽ എവിടൊക്കെയാണ് വെയിറ്റേജ് കൊടുക്കേണ്ടത് എന്ന് കൂടെ നോക്കാം. സോ ആദ്യത്തേത് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്, പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അവിടെ 12 മാർക്സ് ആണ് നമുക്ക് ഉള്ളത്. സോ 12 മാർക്സിൽ നമ്മൾ കൂടുതൽ സെറ്റ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, ഗ്രാഫ് തിയറി, പ്രോബബിലിറ്റി, മീൻ, മീഡിയൻ, മോഡ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ ഇത്രയുമാണ് അതിന്റെ കോർ പാർട്ട് വരുന്നത്. സോ ഇതില് ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ കൂടുതലും തിയററ്റിക്കൽ അല്ല, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഷോർട്ട് കട്ട് മെത്തേഡ്സും അറിഞ്ഞിരിക്കണം. കാരണം ഞാൻ പറഞ്ഞ നമുക്കിപ്പോ തിയറി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ അല്ല, കൂടുതലും ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് ഇതിൽ കൂടുതൽ ഉണ്ടാവുക. സോ അതുകൊണ്ട് ആ രീതിയിലുള്ള പ്രിപ്പറേഷൻ ആണ് ഇവിടെ വരേണ്ടത്. ഇപ്പൊ നമുക്ക് റിലേഷൻ എന്താ, റിലേഷന്റെ ഡെഫിനിഷൻ അല്ല നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഫംഗ്ഷൻസിന്റെ ബൈഹാർട്ട് എത്ര ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഗ്രാഫ് തിയറി. സോ ഇതൊന്നും ബൈഹാർട്ട് പഠിച്ചിട്ട് നമുക്ക് കാര്യമില്ല. നമുക്ക് വേണ്ടത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ടുള്ള കഴിവാണ്. അതിന് വേണ്ടത് പ്രാക്ടീസ് ചെയ്യുക. PYQs ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് കിട്ടാവുന്നിടത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. സോ ഏത് ലെവലിൽ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റണം. സോ 12 മാർക്സ് ആണ് ഈ ഒരു മൊഡ്യൂളിൽ നമുക്കുള്ളത്.
ആൻസർ തെറ്റാൻ ചാൻസ് ഉള്ള ഒരു മൊഡ്യൂളും കൂടാണ്, കാരണം ന്യൂമറിക്കൽ ആയതുകൊണ്ട്. നമുക്ക് ചിലപ്പോൾ ഓപ്ഷൻസ് കാണുമ്പോൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഓപ്ഷൻസുകൾ പലതും കാണും. സോ ഇത് വളരെ 12 മാർക്സ് എടുക്കാൻ പറ്റും, പക്ഷേ ഹാൻഡിൽ വിത്ത് കെയർ പോലെയുള്ള ഒരു സെഷൻ ആണ്. ഓക്കെ, സോ അത് PYQs പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്തു. സോ ഇനി വരും ദിവസങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറയാം. രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, എല്ലാം കൂടെ 14 മാർക്സ് ആണ്. സോ ഇതിൽ നമ്മൾ കവർ ചെയ്യാനുള്ളത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം ലോജിക് ഗേറ്റ്സ്, ഫ്ലിപ്പ് ഫ്ലോപ്സ്, അതുപോലെ നമ്പർ സിസ്റ്റം. കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ വരുമ്പോൾ നമുക്കറിയാം അത് വാസ്റ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ ആണ്. ഈ കമ്പ്യൂട്ടർ ഓർഗനൈസേഷനും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും വളരെ ഒരുപാട് തിയറിറ്റിക്കൽ കോൺസെപ്റ്റുകൾ ഒരുപാട് ഉള്ള രണ്ട് മൊഡ്യൂളാണ് ഈ കമ്പ്യൂട്ടർ ഓർഗനൈസേഷനും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും. കാരണം അത്യാവശ്യം പ്രോസസ് മാനേജ്മെന്റ്, അതിനകത്ത് അൽഗോരിതംസ്, ഷെഡ്യൂളിംഗ് അൽഗോരിതംസ്, ഡെഡ് ലോക്ക്, പേജിംഗ് ആൻഡ് സെഗ്മെന്റേഷൻ. സോ ഇതെല്ലാം ഒരുപാട് കോൺസെപ്റ്റ്സ് ഉള്ളതാണ്. നമുക്ക് ചിലപ്പം കോൺസെപ്റ്റ്സ് നല്ല രീതിയിൽ അറിയാമെങ്കിൽ നമുക്ക് ചിലപ്പം നല്ല രീതിയിൽ എടുക്കാൻ പറ്റുന്ന ഒരു മൊഡ്യൂൾ തന്നെയാണ്. സോ പ്രിപ്പറേഷൻ ടിപ്പ്, ഡയഗ്രാംസ് റിവൈസ് ചെയ്യുക, കോൺസെപ്റ്റ്സ് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക, അതുപോലെ OS അൽഗോരിതംസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള OS അൽഗോരിതംസ് എല്ലാം തന്നെ അറിഞ്ഞിരിക്കുക, മെമ്മറി മാനേജ്മെന്റ് ആൻഡ് ഷെഡ്യൂളിംഗ് അതിൽ ഫോക്കസ് കൊടുക്കുക. സോ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പാണ്. സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സോ ഇതാണ് സെക്കൻഡ് മൊഡ്യൂൾ. 14 മാർക്സ് ആണ് ഈ മൊഡ്യൂള് എങ്കിൽ പോലും നമുക്കറിയാം ആ 14 മാർക്കിൽ 3 സെക്ഷൻസിൽ നിന്നാണ് 14 മാർക്ക് ഇട്ടേക്കുന്നത്. സോ കൂടുതൽ നമുക്ക് ചിലപ്പോൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, ഇപ്പൊ ഫ്ലിപ്പ് ഫ്ലോപ്സ് ഒക്കെ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഫോക്കസ് ഓൺ ദ തിയറി പാർട്ട്. ദാറ്റ് മീൻസ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷനും ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത്യാവശ്യം തിയറി ഓറിയന്റഡ് ആണ്. അൽഗോരിതംസ് ഉണ്ട് സോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ പോലും, പേജിംഗ് അൽഗോരിതംസ് ഉണ്ട്, സെഗ്മെന്റേഷൻ, ഫോൾട്ട് കണ്ടുപിടിക്കുന്നത്, അതൊക്കെ കുറച്ചും കൂടി എളുപ്പമാണെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രോഗ്രാമിംഗ് ഇൻ സി. 12 മാർക്സ് ആണുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു മൊഡ്യൂളാണ് ഡേറ്റ സ്ട്രക്ചേഴ്സ്. അത്യാവശ്യം ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്ന് അറിയാം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇതാണെങ്കിൽ പോലും നമുക്ക് ഒരുവിധം അറേസും ലിങ്ക് ലിസ്റ്റും സ്റ്റാക്കും ക്യൂവും ട്രീയും പോയിന്റേഴ്സും എല്ലാം ഒരുവിധം കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ നമുക്ക് ടാക്കിൾ ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. ഉറപ്പായിട്ടും സി പ്രോഗ്രാംസ് ഡീബഗ് ചെയ്ത് അതിനകത്തെ ഔട്ട്പുട്ട് ഗസ് ചെയ്യുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്തിരിക്കണം. സി പ്രോഗ്രാംസ് പ്രാക്ടീസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ടൈം കോംപ്ലക്സിറ്റി ബേസിസിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. സോർട്ടിംഗ് അൽഗോരിതംസും റിവൈസ്, സെർച്ചിങ് ആൻഡ് സോർട്ടിംഗിൽ സോർട്ടിംഗ് അൽഗോരിതംസ് പ്രോപ്പർലി റിവൈസ് ചെയ്തിരിക്കണം. നാലാമത്തേതാണ് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് യൂസിങ് C++ ഓർ ജാവ. 12 മാർക്സ് ആണ്. സോ ടോപ്പിക്സ് അറിയാം. ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ എല്ലാ പില്ലേഴ്സും, ക്ലാസസ്, ഒബ്ജക്ട്സ്, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, അങ്ങനെ തുടങ്ങി എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് വരെ നമ്മൾ പ്രോപ്പർലി മനസ്സിലാക്കിയിരിക്കണം. ടോപ്പിക്സുകൾ കവർ ചെയ്യേണ്ടതാണ്. ഇതില് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത് കോൺസെപ്റ്റ് ബേസ്ഡ് ആണ്. കാരണം കോൺസെപ്റ്റിൽ നിന്നുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ ചാൻസ് ഉള്ളത്. സോ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക, ഡെഫിനിഷൻസ് അറിഞ്ഞിരിക്കണം, എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കണം, ഊപ്സ് കോൺസെപ്റ്റ്സിന്റെ ഡിഫറൻസുകൾ, പോളിമോർഫിസം എന്താണ്, എൻക്യാപ്സുലേഷൻ എന്താണ്, അബ്സ്ട്രാക്ഷൻ എന്താണ്, ഇതിന്റെ ഒക്കെ ഡിഫറൻസുകൾ അതായത് കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു മൊഡ്യൂൾ വളരെ, ഞാൻ പറഞ്ഞത് ഇത് കംപ്ലീറ്റ് കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇതിന് തിയറീസ് വരാനുള്ള ചാൻസ് പോലും ഇല്ല. തിയറി എന്ന് പറയാൻ ന്യൂമറിക്കൽസ് വരാനുള്ള ചാൻസേ ഇല്ല. സോ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഈ 12 മാർക്സ് നമുക്ക് ഷുവർ ആയിട്ട് വലിയ പ്രശ്നക്കാരനില്ല. നമ്മൾ എന്നും കേൾക്കുന്ന കുറെ കോൺസെപ്റ്റ് ആണ് ഈ അബ്സ്ട്രാക്ഷനും എൻക്യാപ്സുലേഷനും പോളിമോർഫിസം. സോ ഇതെന്താണെന്ന് പക്ഷെ കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ആണ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. അതും 12 മാർക്സ് ആണ്. സോ വൺ ഓഫ് ദ ചെറിയ മൊഡ്യൂൾ ആണ് ഈ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഇതിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ER മോഡൽ, നോർമലൈസേഷൻ, SQL ക്വറീസ്, കീസ്, പ്രൈമറി കീ, കാൻഡിഡേറ്റ് കീ, അതുപോലെ തന്നെ ഫോറിൻ കീ, ട്രാൻസാക്ഷൻസ്, കൺകറൻസി കൺട്രോൾ, ആസെറ്റ് പ്രോപ്പർട്ടീസ് ഷുവർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ACIDയുടെ ഫുൾ ഫോം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. SQL ക്വറീസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതിനകത്തെ സെലക്ട്, അതുപോലെ അപ്ഡേറ്റ്, ഇൻസേർട്ട് എല്ലാം. നോർമലൈസേഷൻ 1NF, 2NF, 3NF, 4NF, BCNF എല്ലാം റിവൈസ് ചെയ്തിരിക്കണം. ആസെറ്റ് പ്രോപ്പർട്ടീസിന്റെ ക്വസ്റ്റ്യൻ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് പ്രോഗ്രാമർ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് കാണാറുള്ളതാണ്. സോ അതും പ്രോപ്പർ ആയിട്ട് റിവൈസ് ചെയ്തിരിക്കുക. സോ 6th വൺ ഈസ് ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ ആൻഡ് വെബ് പ്രോഗ്രാമിംഗ്. അതിലും 12 മാർക്സ് ആണ്.
സോ നമുക്ക് കവർ ചെയ്യാനുള്ള ടോപ്പിക്സ് HTML, CSS, ജാവാസ്ക്രിപ്റ്റിന്റെ ബേസിക്സ്, HTTP പ്രോട്ടോകോൾ, വെബ് ആർക്കിടെക്ചർ ആൻഡ് ക്ലയന്റ് സെർവർ മോഡൽ. സോ വെബ് ടെർമിനോളജി, HTML എന്തിനാണ്? HTML എന്ന് പറയുന്ന ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണെന്നും സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ CSS യൂസ് ചെയ്യുന്നതെന്നും അങ്ങനത്തെ ടെർമിനോളജീസ് എല്ലാം അറിഞ്ഞിരിക്കണം. അതുപോലെ പ്രോട്ടോകോൾസ്. ഇനി ബേസിക് കോഡിംഗ് സിന്റാക്സ്, ഇപ്പം തന്നിട്ട് ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സിന്റാക്സ് ഏതാണ് എന്ന പോലെ അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യുക. സോ ബേസിക് കോഡിംഗ് സിന്റാക്സും അറിഞ്ഞിരിക്കുക. മൊഡ്യൂൾ 7 ആണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആൻഡ് പ്രോഗ്രാമിംഗ്. അഗെയിൻ 14 മാർക്കാണ് നെറ്റ്വർക്കിംഗിൽ നിന്നുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ മോഡൽസ്, OSI മോഡൽ, TCP/IP, അഡ്രസ്സിംഗ്, IP അഡ്രസ്സിംഗ്, റൗട്ടിംഗ്, സ്വിച്ചിങ്, നെറ്റ്വർക്ക് സെക്യൂരിറ്റി ആൻഡ് പ്രോട്ടോകോൾസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണിത്. കാരണം ലെയേഴ്സ് ആൻഡ് പ്രോട്ടോകോൾസിൽ നല്ല ഫോക്കസ് ചെയ്തിരിക്കണം മാൻഡേറ്ററി ആയിട്ട്. പോർട്ട് നമ്പേഴ്സ്, ഓരോ പോർട്ടും എന്തിനൊക്കെ വേണ്ടിയാണെന്ന് പറഞ്ഞിരിക്കണം. അതുപോലെ IPv4ന്റെയും IPv6ന്റെയും കമ്പാരിസൺ അറിഞ്ഞിരിക്കണം. സബ്നെറ്റിംഗിന്റെ ബേസിക്സും അറിഞ്ഞിരിക്കണം. സോ ഈ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് നോക്കുക ഈ മൊഡ്യൂളിൽ. ആൻഡ് ദ ഫൈനൽ മൊഡ്യൂൾ ഈസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. 12 മാർക്സ് ആണ്. എക്സാക്ട് തിയറി ആണിത്. കാരണം കൂടുതലും തിയറി ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ, എല്ലാ മോഡൽസും, അജൈൽ, വാട്ടർഫോൾ മോഡൽ, ടെസ്റ്റിംഗ് തന്നെ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്, വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്, റിക്വയർമെന്റ് അനാലിസിസ്, സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ്. സോഫ്റ്റ്വെയർ മോഡൽസ് എല്ലാം തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ടെസ്റ്റിംഗ് ടൈപ്സ് എല്ലാം തന്നെ റിവൈസ് ചെയ്യുക. ഡെഫിനിഷൻസ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എല്ലാത്തിലും ഫോക്കസ് ഉണ്ടായിരിക്കുക. സോ ഇതാണ് നമ്മളുടെ ഒരു ഓവറോൾ മൊഡ്യൂൾ അനാലിസിസ്. ഇത്രയും മൊഡ്യൂൾസ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ നമ്മളെല്ലാം ഏകദേശം പ്രിപ്പറേഷൻ കഴിഞ്ഞവരാണ്, അല്ലെങ്കിൽ പ്രിപ്പറേഷൻ അറ്റ് ദ എൻഡ് നിൽക്കുന്നവരാണ്. സോ ഏകദേശം മൊഡ്യൂൾസിലെ പല പേരുകളും ഞാൻ ഈ പറഞ്ഞ പല ടോപ്പിക്സും നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ആർക്കും, കാരണം നമ്മൾ ഫൈനൽ പ്രിപ്പറേഷനിലാണ്. ഇതിനകത്തെ ഒരു മോർ ദാൻ 90% പല ടോപ്പിക്സുകളും കേട്ട് അതുമായിട്ട് വർക്ക് ചെയ്യുന്നവരാണ് ഇപ്പോൾ നമ്മൾ ഈ മീറ്റിംഗിലിരിക്കുന്ന എല്ലാവരും. സോ ഒരു ഏകദേശം ധാരണ ഉണ്ടായിരിക്കണം. ഓരോ മൊഡ്യൂളും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഏത് മൊഡ്യൂളിലാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയാൽ തന്നെ പകുതി പ്രശ്നം അവിടെ സോൾവ് ആയി. ഓക്കെ, സോ മൊഡ്യൂൾ അനാലിസിസ് ഉണ്ടായിരിക്കണം. ഈ വെയിറ്റേജിൽ തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ OMR ഷീറ്റ്, സോ സിലബസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ വേണം. ഞാൻ OMR ഷീറ്റ് ഫസ്റ്റ് ടൈം എക്സാം എഴുതുന്നവർക്ക് ചിലപ്പോൾ OMR ഷീറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നൊന്ന് കണ്ടാൽ കുറച്ചും കൂടെ ബെറ്റർ ആണ്. സോ ഞാൻ OMR ഷീറ്റ് ഒന്ന് ഷെയർ ചെയ്യാം. നമുക്ക് 2 പാർട്ടായിട്ടാണ് OMR ഷീറ്റ് ഉള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് OMR ഷീറ്റ് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇതാണ് നമ്മളുടെ OMR ഷീറ്റ്. സോ ഇതില് ആദ്യം കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സീറ്റ് അലോട്ട് ചെയ്തിരിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതിൽ ഓൾറെഡി നമുക്ക് 2 പാർട്സ് ആണുള്ളത്. സോ ഈ 2 പാർട്സിൽ ആദ്യത്തെ പാർട്ട് എയില് നമ്മളുടെ രജിസ്റ്റർ നമ്പർ എഴുതേണ്ട സെക്ഷൻ ആണ്. സോ അവിടെ പ്രോപ്പർ ആയിട്ട് രജിസ്റ്റർ നമ്പർ ഇവിടെയാണ് രജിസ്റ്റർ നമ്പർ കാര്യങ്ങളൊക്കെ എഴുതേണ്ടത്. ഈ രജിസ്റ്റർ നമ്പർ നമ്മൾ എഴുതി കൊടുക്കുകയല്ല, ഇതും ബബ്ലിംഗ് ആണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നമ്മളുടെ രജിസ്റ്റർ നമ്പർ 1 2 3 4 5 6 7 8 എന്നാണെങ്കിൽ അത് ബബിൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരിക്കലും എഴുതുന്ന ഒരു സ്കീം ഇവിടെ ഇല്ല, നമ്മളുടെ PSCയിൽ ഇല്ല. സോ ഇത് ഞാൻ പറയുന്നത് ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എഴുതുന്ന സ്കീം ഇല്ല എന്നുള്ളത്. സോ ഇവിടെ പ്രോപ്പർ ആയിട്ട് നമ്മളുടെ രജിസ്റ്റർ നമ്പർ എഴുതി കൊടുക്കുക. അതുപോലെ തന്നെ പിന്നെ എഴുതേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. സോ ഈ 2ാമത്തെ കോളം നിങ്ങൾക്ക് അറിയാം, ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് എഴുതേണ്ടത്. ലെറ്റ് മീ സൂം ചെയ്ത് കുറച്ചുകൂടെ കാണിക്കാം. ഓക്കെ, സോ ഇവിടെ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് എഴുതേണ്ടത്. സോ ഓക്കെ, ഇവിടെ എഴുതുക, എഴുതിയിട്ട് ഫില്ല് ചെയ്യുക. കണ്ടോ, 21 മെയ് ഇയർ ആണ് എഴുതിയിരിക്കുന്നത്. സോ അവിടെ പ്രോപ്പർലി ബബിൾ ചെയ്തും പോവുക. സോ ഈ കാര്യങ്ങള് ഞാൻ ഇപ്പൊ കാണിച്ചത് പെട്ടെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അവിടെ ഇൻസ്ട്രക്ഷൻസ് തരും. മൊഡ്യൂൾ 3 കാണിക്കാമല്ലോ, കാണിക്കാം. ഓക്കെ, ഇത് പറഞ്ഞിട്ട് ഞാൻ അത് കാണിക്കാം. ഡേറ്റ് ഓഫ് ബർത്ത്
ഇങ്ങനെയാണ് എഴുതേണ്ടത്. രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ആണ് നമ്മൾ ഈ ഒരു ഫീൽഡിൽ എഴുതേണ്ടത്. ഓക്കെ, സോ സെക്കൻഡ് പാർട്ടിലാണ് നമ്മളുടെ എന്ത് വരുന്നത്, ആൻസർ ഷീറ്റ്, OMR ആൻസർ ഷീറ്റ് എന്ന് പറയുന്ന പാർട്ട് ബി ആണ്. നിങ്ങൾക്ക് തന്നെ ഇവിടെ വായിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, മേ ബി സം ബ്ലർ ആയിട്ടായിരിക്കും കാണുന്നത്. സോ പാർട്ട് ബി, ഇവിടെയാണ് OMR ആൻസർ ഷീറ്റ് ഉള്ളത്. ഓക്കെ, ബബിൾ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് തന്നെ ബബിൾ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ബബിൾ ചെയ്യേണ്ടത്. പാർഷ്യൽ ബബിൾ ചെയ്യുക, ചിലത് പുറത്തു പോവുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കരുത്. വളരെ പ്രോപ്പറായിട്ട് ബബിൾ ചെയ്ത് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. എന്തെങ്കിലും രീതിയിൽ ഇത് പുറത്തോട്ടാണ് അല്ലെങ്കിൽ പകുതി ബബിൾ ചെയ്തു അങ്ങനത്തെ കേസ് വന്നാൽ ഓട്ടോമാറ്റിക്കലി ആൻസർ കൺസിഡർ ചെയ്യില്ല. ഓക്കെ, സോ ഇവിടെയാണ് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എഴുതേണ്ടത്. ഇവിടെയാണ്. ഓക്കെ, സോ ഇവിടെയാണ് നമ്മൾ ഡേറ്റ് ഓഫ് എക്സാമിനേഷനും കൂടെ എഴുതേണ്ടത്. അപ്പം രജിസ്റ്റർ നമ്പർ എഴുതണം, ഡേറ്റ് ഓഫ് ബർത്ത് എഴുതണം, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എഴുതണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്യുക. പാർട്ട് ബിയിലാണ് ആൻസേഴ്സ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഇതാണ് OMR ഷീറ്റ്. ആദ്യമായിട്ട് എഴുതുന്നവർക്ക് മാത്രമേ ഇതൊരു കൺഫ്യൂഷൻ വരത്തുള്ളൂ. ഓൾറെഡി PSC എക്സാംസ് എഴുതി ശീലമുള്ളവരാണെങ്കിൽ ഇതൊരു പ്രശ്നമായിട്ട് വരില്ല. ഓൾറെഡി നമുക്കറിയാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ ആദ്യമായിട്ട് ഉള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊന്ന് കാണിച്ചു തന്നത്. ഓക്കെ, സോ ബാക്ക് ടു നമ്മളുടെ സ്ലൈഡ്സ്. ഓക്കെ, സോ മൊഡ്യൂൾ 3-ന്റെ സോ ഇതാണ് മൊഡ്യൂൾ 3, ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രോഗ്രാമിംഗ് ഇൻ സി. ഓക്കെ, ഇപ്പോഴും OMR ഷീറ്റ് അതാ ഞാൻ കാണുന്നത്. ഓക്കെ, ഇപ്പോഴോ ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ. ഓക്കെ, സോ ഇതാണ് മൊഡ്യൂൾ 3. മൊഡ്യൂൾ 3 ചോദിച്ചതുകൊണ്ടാണ് ഞാനിപ്പോ ഒന്നുകൂടെ കാണിച്ചത്. ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രോഗ്രാമിംഗ് ഇൻ സി ആണ് മൂന്നാമത്തെ മൊഡ്യൂള്. സോ ഡേറ്റ സ്ട്രക്ചേഴ്സ്, ഇപ്പം ട്രീസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ വരും. ബബിൾ സോർട്ടിംഗ് ഒക്കെ വരുന്ന ആ ട്രീയുടെ രീതിയിലുള്ള ട്രാവേഴ്സിലൊക്കെ വരുമ്പോൾ സോ അതിന്റെ ഒരു കൺഫ്യൂഷൻസ് ഉണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞില്ല അത്ര ഒരു പ്രശ്നക്കാരനായിട്ട് സെക്ഷൻ അല്ല. C പ്രോഗ്രാമിംഗിന്റെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ തന്നെ എനിക്ക് തോന്നുന്നു ഒരു മോർ ദാൻ 2+ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ അതും വലിയ അങ്ങ് എന്താണ് അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമും ആയിരിക്കില്ല. ജസ്റ്റ് ചിലപ്പോൾ ലൂപ്പിന്റെ ആയിരിക്കും, അല്ലെങ്കിൽ A++ഉം ++Aയും തമ്മിലുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഇൻക്രിമെന്റും ഡിക്രിമെന്റും ലൂപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തതിന്റെ ആയിരിക്കാം. സോ ചിലപ്പോൾ എറർ ഡിറ്റക്ട് ചെയ്യാനായിരിക്കാം. സോ അതിനൊക്കെ കുറെ C പ്രോഗ്രാംസിന്റെ ഔട്ട്പുട്ട് ഗസ് ചെയ്യുക. അതിന് ഡീബഗ് ചെയ്ത് നമ്മൾ ലൈൻ ബൈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് ഗസ് ചെയ്യാൻ പറ്റുന്നത്. ഡിജിറ്റൽ ആ മൊഡ്യൂളില് 14 മാർക്ക് അല്ലേ? ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷനിൽ 14 മാർക്കാണ്. അതിൽ ലീസ്റ്റ് വരുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നിന്നാണ്. 14 മാർക്കാണ്. പിന്നെ ഈ സ്പ്ലിറ്റ് അപ്പ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റത്തില്ല. ഡിജിറ്റൽ ഒരു പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യുവാണെങ്കിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഒരു ലെസ് അല്ലെങ്കിൽ വളരെ കുറച്ചാണ് വരാറുള്ളത്. ബാക്കി കമ്പ്യൂട്ടർ ഓർഗനൈസേഷനും ഓപ്പറേറ്റിംഗ് സിസ്റ്റം കാര്യമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു സെക്ഷനാണ്. കാരണം കോർ സെക്ഷനാണ്, കാരണം 1 ഓഫ് ദ കോർ സെക്ഷൻസ് ആണിത്. സോ അതുകൊണ്ട് നമുക്ക് ഏത് സ്പ്ലിറ്റ് അപ്പ് എന്ന് പറയാൻ പറ്റില്ല. 14 മാർക്സ് ആണ് ആ മൊഡ്യൂളിൽ ഉള്ളത്. 12 അല്ല, 14 ആണ്. ഓക്കെ, സോ OMR ഷീറ്റും ഫെമിലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സിലബസും ഏകദേശം ഫെമിലിയർ ആയി. ഓൾറെഡി നിങ്ങൾ അറിയാവുന്നവരാണ് എങ്കിലും ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ജസ്റ്റ് ഇനി നമുക്കുള്ളത് ഓക്കെ, OMR ഷീറ്റിന്റെ ഒരു ഏകദേശ ധാരണ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, ഫൈനൽ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. ഓക്കെ, നമ്മളൊക്കെ പ്രിപ്പറേഷൻ ഇരിക്കുന്നവരുണ്ട്, പ്രിപ്പയർ ചെയ്ത് തീരാറായവരുണ്ട്, പ്രിപ്പയർ ചെയ്യാത്തവരും ഉണ്ട്. ഞാൻ എല്ലാരെയും കൂടെ കൺസിഡർ ചെയ്ത് പറഞ്ഞതാണ്. സോ നമ്മൾ ഇനിയും പുതിയൊരു ടോപ്പിക് നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ എല്ലാവരും ഒന്നെങ്കിൽ ബിടെക് ആ ഒരു നമ്മളുടെ ആ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് എക്സാം എഴുതുന്നവരാണ് എല്ലാവരും. നമ്മൾ ആരും തന്നെ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി അത്യാവശ്യം ഒന്നും അറിയാത്തവരല്ല. ഒരു ബേസിക് നോളജ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, സോ നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ഒരു സ്ട്രോങ് പോയിന്റ് ആണ്. അപ്പൊ ചിലർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്റെ ഒരു സ്ട്രോങ് പോയിന്റ് ആണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്റെ സ്ട്രോങ് പോയിന്റ് ആണ്. സോ നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ്സ് ഏതാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഞാൻ ഈ പറയുന്നത് ഒട്ടും പ്രിപ്പയർ ചെയ്യാത്തവർക്ക് വേണ്ടിയാണ്.
കാരണം ഇനിയും പുതിയൊരു ടോപ്പിക് എടുത്തു. അപ്പൊ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിനെ പറ്റി നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു ധാരണയില്ല, എന്ന് പഠിച്ചിട്ടേ ഇല്ല. ഓക്കെ, എന്നാൽ ഈ ഒരാഴ്ച ഞാൻ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് അങ്ങ് പഠിച്ചു കളയാം എന്നുള്ളൊരു സ്ട്രാറ്റജി നിങ്ങൾ എടുത്താൽ അത് തെറ്റായ ഒരു സ്ട്രാറ്റജി ആയിരിക്കും. കാരണം നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ് ഏതാണോ അതൊരു ഇത്രയും പറഞ്ഞ സെക്ഷനിൽ നിന്ന് നിങ്ങൾക്കൊരു ഒരു 2-5 സെക്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ 5 സെക്ഷൻസ് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് അറിയാത്ത ഒരു ടോപ്പിക് എടുത്ത് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് അത് വർക്ക്ഔട്ട് ആവില്ല. അപ്പൊ ന്യൂ ടോപ്പിക്സ് ഇനിയും പഠിക്കാനായിട്ട് ഈ ഒരു സ്റ്റേജിൽ നിൽക്കരുത്. എക്സ്പാൻഷൻ അല്ല നമുക്ക് വേണ്ടത്, റിവിഷൻ ആണ്. കാരണം ഇനി 1 വീക്കും കൂടെ ഉള്ളൂ. എക്സാം പോസ്റ്റ്പോൺ ചെയ്തിട്ടില്ലെങ്കിൽ 1 വീക്കും കൂടെ ഉള്ളൂ. സോ അതുകൊണ്ട് റിവിഷൻ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എക്സ്പാൻഷൻ. എന്തിനാണ്? നമ്മൾ പഠിച്ചടോ ഇല്ല, ഓർത്തടോ ഇല്ല, ഒന്നും ഇല്ലാത്ത ആയിപ്പോകും. സോ അവോയ്ഡ് അൺനെസസറി സ്ട്രെസ്. നമുക്ക് ആവശ്യമില്ലാത്ത സ്ട്രെസ് വേണം. ഇപ്പൊ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആൻഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്കൊരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്യുക. സോ അതിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇനി ചെയ്യാൻ പറ്റുക? സോ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ടോപ്പിക്സ് റിവിഷൻ ചെയ്യുന്ന അല്ലാതെ പുതിയതായിട്ട് ഒരു ടോപ്പിക്സ് ചെയ്യരുത്. ഇനി ഓൾറെഡി പ്രിപ്പറേഷൻ എൻഡിൽ നിൽക്കുന്നവര് അറിയാം, നമ്മൾ ഇനിയും റിവിഷൻ ടൈം ആണുള്ളത്. റിവിഷൻ ടൈം കൂടെ ഉള്ളൂ നമുക്കിനി. സോ എല്ലാ മൊഡ്യൂൾസും ഒന്ന് പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്ത് അതിന് വേണ്ടിയുള്ള റിവിഷൻ ആയിരിക്കണം. ഒരിക്കലും പുതിയൊരു ടോപ്പിക്ക്, നിങ്ങൾ പഠിക്കാത്ത ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഉണ്ടെങ്കിൽ അതിനി പുതിയതായിട്ട് തുടങ്ങാതിരിക്കുക. ഫോക്കസ് ഓൺ ഹൈ വെയിറ്റേജ് ഏരിയാസ്. അതായത് ഈ കോർ പാർട്ടുണ്ട് നമ്മളുടെ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലെവലിൽ, അല്ലെങ്കിൽ നമ്മളുടെ സിലബസ് പ്രകാരം കോർ ടോപ്പിക്സ് ആണ് ഊപ്സ്, DBMS, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, അതുപോലെ ഡേറ്റ സ്ട്രക്ചേഴ്സ്. ഈ സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് കൂടുതലും റിപ്പീറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഹൈ വെയിറ്റേജ് ഏരിയാസിൽ ഫോക്കസ് ചെയ്യുക. അതാണ് ഈ പറഞ്ഞ, കാരണം കൺസെപ്റ്റ്സ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നാലും ആൻസർ ചെയ്യാം. അപ്പം കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ എവിടെയെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് നമുക്ക് തന്നിട്ട് അതിന്റെ തന്നെ ഒരു റിപ്പീറ്റഡ് കോൺസെപ്റ്റ് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഈ ഇയറിലും ചോദിക്കാൻ ചാൻസ് ഉള്ള അസിസ്റ്റന്റ് പ്രോഗ്രാമറിന്. സോ അതുകൊണ്ട് ഈ രീതിയിലുള്ള വെയിറ്റേജ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഇനിയും നമുക്കുള്ള 7 ദിവസങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യണം. നമ്മളുടെ ഈ ഒരു ഗ്യാങ്ങില് മേ ബി വർക്ക് ചെയ്യുന്നവരുണ്ട്, മോർണിംഗ് വർക്ക് ചെയ്തിട്ട് വന്ന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്, അല്ലാതെ ഫുൾ ടൈം ഇരുന്ന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. സോ ഞാൻ ഈ പറയാൻ പോകുന്നത് ഒരു മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, നൈറ്റ് എന്ന രീതിയിലുള്ള ഒരു ഡെയിലി ഫൈനൽ ലാബ് ഷെഡ്യൂൾ ആണ്. ദാറ്റ് മീൻസ് മോർണിംഗിൽ നിങ്ങളിപ്പോ ഒരു പർട്ടിക്കുലർ സബ്ജക്ട് എടുക്കുവാണ്, ഇപ്പൊ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ അതിന്റെ തിയറി മാത്രം ഒന്ന് റിവൈസ് ചെയ്യുക. ആഫ്റ്റർനൂണിൽ അതിന്റെ MCQ പ്രാക്ടീസ് ചെയ്യുക. ഈവനിങ്ങില് ഒരു കംപ്ലീറ്റ് മോക്ക് ടെസ്റ്റ് തന്നെ ഷെഡ്യൂൾ ഇട്ട് ചെയ്യുക, വിത്ത് ടൈം എല്ലാം വെച്ചോണ്ട്. ഇപ്പൊ ഒരു 10 ക്വസ്റ്റ്യൻസ് മതി. ഇപ്പൊ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് ഇപ്പൊ 12 മാർക്സിന്റെ ഒരു സെക്ഷൻ എടുക്കുക. ആ 12 മാർക്സിന് നിങ്ങൾ ഒരു PYQ പ്രാക്ടീസ് ചെയ്യുക. അതിനകത്ത് ന്യൂമറിക്കൽസ് ഉണ്ടായിരിക്കണം. സോ ആ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. രാത്രിയിൽ നമുക്ക് വന്ന റിവിഷൻസ് മിസ്റ്റേക്സ് ഉണ്ട്, അതിന്റെ റിവൈസ് ചെയ്യുക. സോ ഈ ഒരു 6 ദിവസം, ഇന്നത്തെ ദിവസം കൂട്ടണ്ട, നാളെ തൊട്ട് ഒരു 5 to 6 ഡേയ്സ് ആണെങ്കിൽ ആ രീതിയിൽ പ്ലാൻ ചെയ്ത് പോവുക. നെക്സ്റ്റ് PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ശരിക്കും KPSC പ്രിപ്പറേഷന്റെ ഒരു ബാക്ക് ബോൺ. കാരണം ക്വസ്റ്റ്യൻ പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കോൺസെപ്റ്റ്സ് എവിടാന്ന് മനസ്സിലാവാം, സ്പീഡ് PYQ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്പീഡും കൂടും. അതുപോലെ എക്സാം ഫിയർ കുറയ്ക്കാൻ പറ്റും. കാരണം നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണല്ലോ ചെയ്യുന്നത്. സോ നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുത്ത് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാൻഡേറ്ററി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം, മുൻപോട്ടും അത് ഉണ്ടാവണം. നെക്സ്റ്റ് മോക്ക് ടെസ്റ്റ് സ്ട്രാറ്റജി. അതായത് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഓരോ ദിവസങ്ങളും അല്ലെങ്കിൽ വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുക. ദിവസം ഇപ്പൊ 12 മാർക്സ്, ഇപ്പം ആ മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ആ 90 മിനിറ്റ് ടൈമിംഗ് സ്ട്രിക്ട്ലി മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഒരു മണിക്കൂർ വരെ അങ്ങ് ഇരിക്കാം എന്നുള്ളതല്ല, നിങ്ങൾ ആ ഒരു സെയിം പാറ്റേൺ തന്നെ പോവുക. അപ്പം ഓരോ ടെസ്റ്റിലും നമുക്ക് എവിടെ വരെ എത്താൻ പറ്റുമെന്ന് മനസ്സിലാവും. ഇപ്പൊ 1 to 60 ആയിരിക്കും ചിലപ്പോൾ ആദ്യത്തിൽ എത്താൻ പറ്റുന്നത്, 1 to അല്ലെങ്കിൽ 70 ക്വസ്റ്റ്യൻസ് ആയിരിക്കും പിന്നീട്. സോ നമുക്ക് എവിടെയാണ് നമ്മുടെ പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ആ കൃത്യമായിട്ടുള്ള 90 മിനിറ്റ് വെച്ച് തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. സോ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 75 അറ്റംപ്റ്റ്സ് വിത്ത് ഗുഡ് ആക്യുറസി. നമ്മൾ അറ്റൻഡ് ചെയ്താൽ മാത്രം പോരാ, ആക്യുറേറ്റും ആയിരിക്കണം. സോ 75 എണ്ണമെങ്കിലും മിനിമം അറ്റൻഡ് ചെയ്യുക, വിത്ത് അക്യുറസി കൂടുതലായിരിക്കണം. അറ്റൻഡ് ചെയ്താൽ മാത്രം പോരാ, കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. സോ അത്
ഓർമ്മയിലിരിക്കുക. അതായത് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ടൈം പ്ലാനോടുകൂടി തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി എക്സാം ഹോളിൽ കയറുമ്പോൾ ഏത് ആദ്യം ചെയ്യണം, ഏത് അവസാനത്തിൽ ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് വേണം ആദ്യത്തെ റൗണ്ടിൽ ആൻസർ ചെയ്യാൻ. ഞാൻ പറയാൻ കാര്യം, നമുക്ക് ചിലപ്പോൾ ആദ്യത്തെ 1 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയത്തില്ലായിരിക്കും. അങ്ങനെ തന്നെ വിചാരിക്കുക. അപ്പോ നമ്മൾ ആ ഒരു ഒന്ന് അറിയത്തില്ല, 1-ന് വേണ്ടി കുറെ സമയം കളയും, 2-ന് വേണ്ടി കുറെ സമയം കളയും. എന്താ അതിന്റെ ഔട്ട്പുട്ട് വരുന്നത്? അവസാനത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമുക്ക് കാണാൻ പോലും പറ്റാതെ വരും. സോ അതുകൊണ്ട് നിങ്ങൾ നോക്കുന്ന 1, 2, 3 ഓരോന്ന് നോക്കി വന്ന് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ആദ്യം ആൻസർ ചെയ്ത് പോവുക. സോ ആ സമയത്ത് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 1 to 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് വിസിറ്റ് ചെയ്യാനെങ്കിലും പറ്റും. അതർവൈസ് നിങ്ങൾ ആദ്യത്തെ ആ ഒരു ടഫ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിനകത്ത് ഇരുന്ന് കഴിയുമ്പോൾ 100 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പോലും പറ്റില്ല. നിങ്ങൾ 60 കൊണ്ട് നിർത്തേണ്ട വരും. സോ അതുകൊണ്ട് ആദ്യത്തെ നിങ്ങളുടെ ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ചെയ്യേണ്ടത് അറ്റംപ്റ്റ് ഈസി ക്വസ്റ്റ്യൻസ്. സെക്കൻഡ് റൗണ്ടിലാണ് യു ഷുഡ് സോൾവ് മോഡറേറ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നിങ്ങൾക്ക് അത്യാവശ്യം ചെയ്യേണ്ടതാണ്. ഓക്കെ, അത് ചിലപ്പോൾ ന്യൂമറിക്കൽ കാൽക്കുലേഷൻസ് ഉള്ളതാണെങ്കിൽ അത് സെക്കൻഡ് റൗണ്ടിൽ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഫൈനൽ റൗണ്ടിൽ വേണം നിങ്ങൾ ഡൗട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കും. ഓക്കെ, അറ്റ് ദ ലാസ്റ്റ്. സോ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ലാസ്റ്റേ വെക്കാവുള്ളൂ. കാരണം ഡൗട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് ആൻസർ അത്രയ്ക്ക് ഉറപ്പില്ലെന്നല്ല അതിന്റെ അർത്ഥം. ദാറ്റ് മീൻസ് അത് നെഗറ്റീവ് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അത് അറ്റൻഡ് ചെയ്താൽ. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് വെക്കുക. സമയം പോയാലും നമ്മളെ അത് അഫക്റ്റ് ചെയ്യില്ല. കാരണം നമ്മളിപ്പോൾ അത് റോങ് തെറ്റിയാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. സോ അത് നമ്മളുടെ 1/3 ഓട്ടോമാറ്റിക്കലി പോകും. അപ്പോൾ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് എന്ന് മനസ്സിൽ വേണം എക്സാം ഹോളിൽ കയറുമ്പോൾ തൊട്ട് നമ്മളുടെ മനസ്സിൽ നെഗറ്റീവ് മാർക്കിംഗ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടെന്നും അതുകൊണ്ട് അവോയ്ഡ് ബ്ലൈൻഡ് ഗെസ്സിങ്. നിങ്ങൾക്ക് ഒരു ധാരണയും ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ കഴിവതും അത് അവോയ്ഡ് ചെയ്തേക്കുക. ആ ഒരു കറക്കിക്കുത്ത് കുത്താം. ബ്ലൈൻഡ് ഗെസ്സിങ് മീൻസ് കറക്കിക്കുത്തുക. കറക്കിക്കുത്ത് വർക്കൗട്ട് ആവില്ല എന്നല്ല ഞാൻ പറയുന്നത്. ചില കേസുകളിൽ വർക്കൗട്ട് ആവാറുണ്ട്. പക്ഷേ നമുക്ക് ഒരു ധാരണയും ഇല്ല, ഇല്ലാത്ത ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോകുന്നവർക്കാണെങ്കിൽ ഒരു ധാരണ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ അതിനകത്ത് വരാം. എന്തായാലും ഈസി, ഹാർഡ് ആൻഡ് വെരി ഹാർഡ്, അങ്ങനത്തെ മീഡിയം ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. സോ അതുകൊണ്ട് ഒന്നും അറിയാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ നെഗറ്റീവ് മാർക്കിംഗ് വരുത്താതെ ബ്ലൈൻഡ് ഗെസ്സിങ് അവോയ്ഡ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ എലിമിനേഷൻ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ് വിൽ ബി നൈസ്. അതർവൈസ് ബ്ലൈൻഡ് ഗെസ്സിങ് അവോയ്ഡ് ചെയ്യുക. മാം, ഇപ്പൊ 100 ക്വസ്റ്റ്യനിൽ നമ്മൾ എത്ര അറ്റൻഡ് ചെയ്താൽ നമുക്ക് ലിസ്റ്റിൽ വരാൻ പറ്റുന്നത്? ഒരു 75+ വേണ്ടി എയിം ചെയ്യണം. കട്ട് ഓഫ് സത്യം പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത്രയും കാറ്റഗറീസ് ഉള്ളത് കൊണ്ട് ചിലപ്പം അസിസ്റ്റന്റ് മാനേജറിന്റെ കട്ട് ഓഫ് ആയിരിക്കില്ല അസിസ്റ്റന്റ് പ്രോഗ്രാമറിൻ്റെത്. സോ അതുകൊണ്ട് നമുക്ക് ഒരു 75+-നെങ്കിലും നമ്മൾ എയിം ചെയ്യുക എന്നേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ ഒരിക്കലും മീൻസ് കാരണം 70+ ആണ് കോമ്പറ്റീറ്റീവ് റേഞ്ച്. ഓക്കെ, സോ അതുകൊണ്ട് ഒരു 70 അറ്റൻഡ് ചെയ്യുന്നത് വേറെ, ആൻസേഴ്സ് ശരിയാവുന്നത് വേറെ. അങ്ങനത്തെ ഒരു കേസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ 100-ല് നമ്മൾ 80 അറ്റൻഡ് ചെയ്തു. അതിനകത്ത് 10 പോയാൽ ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് അടിക്കും. അപ്പൊ 80 വീണ്ടും കുറയും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അക്യുറേറ്റ് ആയിട്ട് ചെയ്യാനുള്ള പ്ലാൻ ആണെങ്കിൽ ഒരു 70 അറ്റൻഡ് ചെയ്താൽ മതി. ആ 70 കറക്റ്റ് ആയിരിക്കണം. സോ ആ ഒരു പ്ലാനിൽ പോവുക. ചിലപ്പോൾ എക്സാം പാടാണെങ്കിൽ മേ ബി കട്ട് ഓഫ് കുറയാം. ദാറ്റ് മീൻസ് എക്സാം നല്ല ടഫ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഹയസ്റ്റ് മാർക്ക് കിട്ടുന്നത് ചിലപ്പോൾ 60 or 65 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം. റാങ്ക് ചിലപ്പോൾ 65-നാണ് റാങ്ക് പോസിബിലിറ്റി എങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ താഴോട്ടായിരിക്കും ബാക്കിയുള്ള മാർക്സ് എല്ലാം വരിക. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ വേക്കൻസീസ്. അതുപോലെ തന്നെ ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം കൂടെ അനുസരിച്ചാണ് യു ഓൾ എയിം ഫോർ 75. സോ ആ ഒരു പ്ലാനിൽ തന്നെ പോവുക. സോ ലാസ്റ്റ് വീക്ക് റിവിഷൻ പ്ലാൻ ആണ്. ഡേ 1 ഞാൻ ഡേ 7 വരെയുള്ളതാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. അപ്പോ നമുക്ക് ഇനിയും ചെയ്യാനുള്ളത് ആദ്യത്തെ 2 days ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ നെറ്റ്വർക്ക് ആൻഡ് DBMS. ഫസ്റ്റ് ഡേ ആൻഡ് സെക്കൻഡ് ഡേ ഇതിന്റെ റിവിഷൻ ആണ്. ഇത് പഠിക്കാനല്ല ഞാൻ പറയുന്നത്, ഇതിന്റെ റിവിഷൻ ആണ്. ഒരിക്കലും ഇത് പഠിച്ചെടുത്ത് ചെയ്യാനായിട്ടുള്ള ഒരു സെക്ഷൻ ഒരു സമയം നമുക്കില്ല. ഇപ്പൊ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് തന്നെയുണ്ട് അത്യാവശ്യം കോൺസെപ്റ്റ്സ്. സോ അതിനകത്ത് അറിയാവുന്ന കോൺസെപ്റ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക. നെറ്റ്വർക്ക്സ് ആണെങ്കിലും റിവൈസ് ചെയ്ത് നോക്കുക. റിവിഷൻ ആദ്യത്തെ 1-2 ദിവസങ്ങൾ ഈ 3 ടോപ്പിക്സ് എടുക്കുക. നെക്സ്റ്റ് 3rd day and 4th day ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് OOPs along with C programming.
ഇത് നോക്കുക. ഫിഫ്ത് ഡേ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആൻഡ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് അത്ര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ അല്ല, കാരണം ബേസിക്സ് നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ ആണ്. സോ ഡേ 5 അതുകൊണ്ട് തന്നെ 1 ഡേ ഇട്ടേക്കുന്നത്. ദിസ് ഇസ് 1 ഡേ. ഈ പറഞ്ഞ രണ്ടും 2 ദിവസത്തെ പ്ലാൻ ആണ്. സോ ഡേ 6 ഫുൾ മോക്ക് ടെസ്റ്റ് പ്ലസ് PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നും കൂടെ നോക്കി ഏതൊക്കെ ഓപ്ഷൻസ് ആണ്, എന്താണ് ആൻസർ വന്നത്, എങ്ങനെയാണ് വന്നത്, അങ്ങനത്തെ ഒരു റിവിഷൻ ഉണ്ടായിരിക്കണം. ആൻഡ് ഫൈനൽ ഡേ റിലാക്സ് ആൻഡ് സ്ലീപ് പ്രോപ്പർലി. ജസ്റ്റ് എന്തെങ്കിലും ഷോർട്ട് നോട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുക, അത് മാത്രം മതി. ലാസ്റ്റ് ഡേയിൽ കഴിവതും ഈ ഹറിബറിയായിട്ടുള്ള സെക്ഷൻസ് നോക്കുക, ഇക്വേഷൻസ് നോക്കുക, അങ്ങനത്തെ സെക്ഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. റിലാക്സ് ആൻഡ് സ്ലീപ് പ്രോപ്പർലി. സോ ആ കാര്യം ശ്രദ്ധിക്കുക. സോ ഇനിയും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇനിയും പുതിയതായിട്ട് ഒരു ടോപ്പിക് എടുത്ത് പഠിക്കാൻ നമുക്ക് ടൈം ഇല്ല. ഉള്ള ടോപ്പിക്ക് മര്യാദയ്ക്ക് വൃത്തിക്ക് പ്രസന്റ് ചെയ്യുക, അതേ ഉള്ളൂ ഇനി നമ്മളുടെ മുൻപിലത്തെ സെക്ഷൻ. സോ അതുകൊണ്ട് അതിൽ ഫോക്കസ് ചെയ്യുക. പുതിയതായിട്ടൊരു സ്റ്റെപ്പ് അല്ലെങ്കിൽ പുതിയതായിട്ടൊരു ടോപ്പിക്ക് പഠിക്കാൻ നോക്കരുത്. സോ ഈ എക്സാമിന്റെ കുറച്ച് ബേസിക് ഡീറ്റെയിൽസും കൂടെ ഞാൻ പറയാം. ഞാൻ ഈ പറഞ്ഞ പോലെ ഓൺലൈൻ എക്സാം ആണ്. അതുപോലെ ഓൺലൈൻ എക്സാം അല്ല, സോറി, ഓക്കെ. ബേസിക് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഓഫ്ലൈൻ എക്സാം ആണ് നമുക്കുള്ളത്. അതുപോലെ ടോട്ടൽ ക്വസ്റ്റ്യൻസ് 100 ആണ്. ടോട്ടൽ മാർക്സ് 100 ആണ്. ഡ്യൂറേഷൻ 1 hour 30 minutes ആണ്, അതായത് 90 minutes. അതുപോലെ മീഡിയം ഇംഗ്ലീഷ് ആണ്. കറക്റ്റ് ആൻസറിന് 1 മാർക്ക്, നെഗറ്റീവ് മാർക്ക് റോങ് ആൻസർ ആണെങ്കിൽ -1/3 നമ്മളുടെ ഇതിന് കട്ടായി പോകും. സോ ആ കാര്യം ശ്രദ്ധിക്കുക. ഞാൻ ഓൾറെഡി ആദ്യത്തെ സെക്ഷനിൽ ഞാൻ പറഞ്ഞതാണ്. സോ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് എന്ന് മനസ്സിൽ എപ്പോഴും വേണം. ഇനി എക്സാം സെന്റർ ആൻഡ് റിപ്പോർട്ടിംഗ്, അതായത് എക്സാം സെന്ററിൽ ഞാൻ പറഞ്ഞു 45 minutes ബിഫോർ എങ്കിലും എത്താനായിട്ട് ശ്രദ്ധിക്കണം. 10:30 ആണ് ടൈം ഉള്ളത്. സോ 10:30 ഷാർപ്പ് 10:30 എത്താനല്ല. 10:30 കഴിഞ്ഞാൽ ഒരു കാരണത്തിലും കേട്ടില്ല, അത് ഒന്നാമത്തെ കാര്യം, അത് ശ്രദ്ധിച്ചോളുക. 10:30 മുൻപേ ഒരു 45 ഒരു 9:45 ഒക്കെ ആകുമ്പോൾ എത്തിയാലും ഇറ്റ്സ് ഓൾ റൈറ്റ്, നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ ടൈം കാണും. സോ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് അതിന് മുൻപേ തന്നെ എത്താനായിട്ട് ശ്രദ്ധിക്കുക. അറ്റ്ലീസ്റ്റ് 10 o'clock എത്താനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അതുപോലെ സ്പെസിഫിക് ടൈം കഴിഞ്ഞാൽ എൻട്രി സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്. നിങ്ങളുടെ റിപ്പോർട്ട് കാർഡ് അല്ല, ഹോൾ ടിക്കറ്റിൽ മാൻഡേറ്ററി ആയിട്ട് അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എക്സാം ടൈം അല്ലെങ്കിൽ ആ ഒരു 10:30 എന്നുള്ള ടൈം കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങളെ ഔട്ട്പുട്ട് കയറ്റില്ല. സോ അതുകൊണ്ട് ടൈം എപ്പോഴും നോട്ട് ചെയ്തേക്കുക. നെക്സ്റ്റ് വേണ്ടത് നമ്മളുടെ അഡ്മിഷൻ ടിക്കറ്റിന്റെ പ്രിന്റ് ഔട്ട് വേണം. അതുപോലെ തന്നെ അതിലുണ്ട് QR കോഡ് ആൻഡ് KPSC എംപ്ലം ഉള്ള നമ്മളുടെ പ്രിന്റഡ് അഡ്മിഷൻ ടിക്കറ്റ് വേണം. ഒറിജിനൽ ഫോട്ടോ ID പ്രൂഫ്, ഇത് പറയാൻ നമുക്ക് ആധാർ കാർഡ് എടുക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഫോട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ID പ്രൂഫ് എടുക്കുക. നെക്സ്റ്റ് ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പോയിന്റ് പെൻ, ഇത്രയും മാത്രമേ നമുക്ക് നമ്മളുടെ എക്സാം ഹോളിലോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. വേറെ ആയിട്ടുള്ള ഒരു സാധനങ്ങളും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇനി പ്രൂഫായിട്ട് ഐഡന്റിറ്റി പ്രൂഫായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത് വോട്ടേഴ്സ് ID അക്സെപ്റ്റഡ് ആണ്. അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് അക്സെപ്റ്റഡ് ആണ്, പാസ്പോർട്ട് അക്സെപ്റ്റഡ് ആണ്, പാൻ കാർഡ്, ആധാർ കാർഡ്, നാഷണലൈസ്ഡ് ബാങ്കിന്റെ ഏതെങ്കിലും പാസ്ബുക്കിന്റെ ഫോട്ടോ ആണെങ്കിലും അക്സെപ്റ്റഡ് ആണ്. ആധാർ കാർഡിന് തന്നെ ആധാർ ആണെങ്കിലും അക്സെപ്റ്റഡ് ആണ്. ഓക്കെ. സോ പാൻ കാർഡ്, ഗവൺമെന്റ് എംപ്ലോയീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള എല്ലാ ID കാർഡ്സും നമുക്ക് അക്സെപ്റ്റബിൾ ആണ്. ഓക്കെ. സോ അങ്ങനത്തെ എന്തായാലും എല്ലാ കയ്യിലും ആധാർ കാർഡ് ഉണ്ടാവും. സോ അതുകൊണ്ട് ഇപ്പൊ വോട്ടേഴ്സ് ID ആണെങ്കിലും അക്സെപ്റ്റഡ് ആണ് കേട്ടോ. ഇലക്ഷൻ കമ്മീഷൻ ഇഷ്യൂ ചെയ്തിരിക്കുന്ന വോട്ടേഴ്സ് IDയും അക്സെപ്റ്റഡ് ആണ്. സോ അത് ഓർക്കുക. ഐഡന്റിറ്റി പ്രൂഫ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എക്സാമിന് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഫോട്ടോ കോപ്പി അക്സെപ്റ്റഡ് അല്ല, അല്ലെ ട്രൂ കോപ്പി തന്നെ നമുക്ക് വേണം. ട്രൂ കോപ്പി മീൻസ് ട്രൂ കോപ്പി അക്സെപ്റ്റഡ് അല്ല, ഒറിജിനൽ വൺ, ഒറിജിനൽ ഐഡന്റിറ്റി പ്രൂഫ് ആണ് വേണ്ടത്. ഒറിജിനൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് കയറാനായിട്ട് പറ്റത്തില്ല. ഒരു കാരണവശാലും നിങ്ങളുടെ അഡ്മിഷൻ ടിക്കറ്റിന്റെ പുറത്തുള്ള ഫോട്ടോഗ്രാഫിന്റെ പുറത്ത് ഒരു ഇമേജ് സ്കാൻ ചെയ്യാനോ ഒന്നും അലൗഡ് അല്ല. ആ സ്കാൻഡ് ഇമേജ്, ഓൾറെഡി വന്നിരിക്കുന്ന ഇമേജ് മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. ഓക്കെ. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എന്തെങ്കിലും രീതിയിലുള്ള വയലേഷൻ സംഭവിച്ചാൽ ലീഗൽ ആക്ഷൻ വരെ എടുക്കാനായിട്ടുള്ള പെർമിഷൻ ഉണ്ട്. സോ അതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ. ഒരു കാര്യം കൂടെ പറയാം. 20/5/2026 വെനസ്ഡേ രാവിലെ 10:30 തൊട്ട് 12:20 വരെയാണ് എക്സാം.
10:30 ഒരു ലോങ് ബെല്ലടിക്കും 10:30 AM. 10:45 ഒരു ഷോർട്ട് ബെല്ലടിക്കും. 10:50 ലോങ്. വാച്ച് അലൗഡഡ് അല്ലല്ലോ അല്ലേ? വാച്ച് അലൗഡ് അല്ല. ഇലക്ട്രോണിക്, അത് ഞാൻ പറയാം, അടുത്ത സ്ലൈഡിൽ ഞാൻ പറയാം. വാച്ച് ഒന്നും അലൗഡ് അല്ല, വാച്ച് അലൗഡ് അല്ല. ഫോണൊന്നും പിന്നെ കൊണ്ടുപോകത്തില്ല, എങ്കിലും ഞാൻ പറയാണ്. ഒരു ഇലക്ട്രോണിക്സ് ഡിവൈസസ്, വാച്ചസ് ചിലപ്പോൾ പറയാറുണ്ട് ഡിജിറ്റൽ വാച്ച് അല്ലാത്ത അനലോഗ് വാച്ച് സമ്മതിക്കുന്നു, പക്ഷെ അനലോഗ് വാച്ചും സമ്മതിക്കാറില്ല. പലരെയും അത് റിമൂവ് ചെയ്ത് കയറാനായിട്ട് പറഞ്ഞ സിറ്റുവേഷൻസ് ഉണ്ട്. സോ അതുകൊണ്ട് വാച്ച് ഉണ്ടെങ്കിൽ, വാച്ച് കെട്ടിക്കൊണ്ട് പോകുന്നതിന് കുഴപ്പമില്ല, നിങ്ങളുടെ ബാഗിൽ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുക വെളിയിൽ. ഓക്കെ. സോ 10:30 ഒരു ലോങ് ബെൽ അടിക്കും. 10:45 ഷോർട്ട് ബെൽ അടിക്കും. 10:50 എഗെയിൻ ഒരു ലോങ് ബെൽ അടിക്കും. ഓക്കെ. അതുപോലെ എവറി 30 minutes നിങ്ങൾക്ക് ഒരു ടൈം റിമൈൻഡർ ഉണ്ടായിരിക്കും. നിങ്ങൾ ഓർക്കുക, വാച്ച് കൊണ്ടുപോകാൻ പറ്റില്ല, അകത്ത് ക്ലോക്ക് ഇല്ലെങ്കിൽ എങ്ങനെ സമയം അറിയണമല്ലോ. സോ 10:50 പരീക്ഷ സ്റ്റാർട്ട് ചെയ്യും. ഓരോ 30 minutes കഴിയുമ്പോഴും നിങ്ങൾക്കൊരു ഷോർട്ട് ബെല്ല് കാണും. അതായത് 10:50 കഴിഞ്ഞാൽ അടുത്ത 30 minutes കഴിയുമ്പോൾ ഷോർട്ട് ബെൽ, അടുത്ത 30 minutes കഴിയുമ്പോൾ ഷോർട്ട് ബെൽ. 12:20 ആവുമ്പോൾ ഒരു ലോങ് ബെൽ, ഫൈനൽ ബെൽ അടിക്കും, എക്സാം കഴിയും. സോ ഈ ഒരു, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ലോങ് ബെല്ലും ഷോർട്ട് ബെല്ലും അടിക്കുന്നത് എന്തിനാണെന്നൊന്ന് ശ്രദ്ധിച്ചോളൂ. അത് ശ്രദ്ധിച്ച് നോക്കിയിരിക്കാനല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ഇതെന്തിനാ അടിച്ചെന്നുള്ള ഒരു കോൺസെപ്റ്റ് വരാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. സോ ഈ ഒരു രീതിയിൽ പ്ലാൻ ചെയ്യുക. 10:30, 10:45, 10:50, 12:20. ഈ 10:50 12:20 ഇടയ്ക്ക് ഓരോ എവരി 30 minutes ഒരു ബെൽ റിംഗിങ് ഉണ്ടായിരിക്കും, ഷോർട്ട് ബെൽ. ഓക്കെ. OMR ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും പ്രിന്റിംഗ് മിസ്റ്റേക്സോ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റോ അല്ലാതെ OMR ഷീറ്റ് നിങ്ങൾക്ക് മാറ്റി തരത്തില്ല. അതുകൊണ്ട് ഓക്കെ, ഞാൻ ഇത് എഴുതിയത് തെറ്റിപ്പോയി, എന്റെ രജിസ്റ്റർ നമ്പർ ഞാൻ എഴുതിയത് തെറ്റിപ്പോയി, എന്റെ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതിയത് തെറ്റിപ്പോയി എന്നുള്ള കേസ് ഒന്നും വരരുത്. സോ എവറിത്തിങ് ഷുഡ് ബി ഹാൻഡിൽ പ്രോപ്പർലി ഇൻ എ വെരി എന്താണ്, ഒരു നല്ല മാനറിൽ തന്നെ അത് പോവുക. നമ്മൾ ഹറിബർ, അതുകൊണ്ട് നമ്മൾ ഇച്ചിരി നേരത്തെ ചെല്ലുക, കുറച്ച് ഹറിബറിയായിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. OMR ഷീറ്റിന് പുറകിലത്തെ ഈ ഒരു 20 minutes നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. സോ ഞാൻ ഈ പറഞ്ഞ പാർട്ട് എയിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യുക. പാർട്ട് ബി ആണ് ഇറ്റ്സ് ഫോർ മാർക്കിംഗ് ദ ആൻസേഴ്സ്. ഡേറ്റ് ഓഫ് ദ ടെസ്റ്റും പാർട്ട് എയിൽ മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അതുപോലെ ചില കേസിൽ ഇപ്പം A, B, C, D ഇങ്ങനെയാണ് ഓപ്ഷൻസ് വരുന്നത്. ഓക്കെ. ഇപ്പോ നമ്മൾ പ്രോപ്പർലി മാർക്ക് ചെയ്യും. ഒന്നിൽ കൂടുതൽ ആൻസേഴ്സ് നമ്മൾ മാർക്ക് ചെയ്യുവാണെന്ന് വിചാരിക്കുക. ഞാൻ ബിയും സിയും മാർക്ക് ചെയ്തു, ഇത് നെഗറ്റീവ് മാർക്കാണ്. അപ്പം വിചാരിക്കരുത് ഞാൻ ബിയും സിയും കുത്തിയാ ബി ശരിയാണ് അപ്പൊ പിന്നെ സി നോക്കത്തില്ലായിരിക്കും എന്നല്ല, അത് നെഗറ്റീവ് മാർക്കിങ്ങിലോട്ട് പോകും. അപ്പൊ അതും മനസ്സിൽ വേണം. എക്സാമിനേഷൻ കഴിയാതെ OMR ഷീറ്റിലെ പാർട്ട് എയും പാർട്ട് ബിയും സെപ്പറേറ്റ് ചെയ്യരുത്. ഓക്കെ. പിന്നെ ഒരു ക്വസ്റ്റിനും അറിയത്തില്ല, അങ്ങനത്തെ കേസ് വരില്ല, അതെനിക്കറിയാം. എന്നിവ ഞാൻ പറയാണ്, ഒരു ക്വസ്റ്റിനും അറിയത്തില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ആ 100 ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണം പോലും ആൻസർ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അറിയാലോ, ഇൻവാലിഡേറ്റ് ആണ്, ആ കാൻഡിഡേറ്റ് ഇൻവാലിഡേറ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ ആൻസർ ചെയ്തിരിക്കണം. ഓക്കെ. ഈ പാർട്ട് എയും പാർട്ട് ബിയും നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യരുത് എക്സാമിനേഷൻ കഴിയാതെ. ഓക്കെ. എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് പാർട്ട് എയും പാർട്ട് ബിയും സെപ്പറേറ്റ് ചെയ്ത്, ആ ഡോട്ടഡ് ലൈനിന്റെ എഗൻസ്റ്റ് ആയിട്ട് വേണം അത് സെപ്പറേറ്റ് ചെയ്തിട്ട് ബോത്ത് പാർട്സും അസിസ്റ്റന്റ് സൂപ്രണ്ട് കാണും അവിടെ, അതിൽ ഹാൻഡ് ഓവർ ചെയ്യും. ഒരു വയലേഷൻസും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ഞാൻ ഫസ്റ്റ് ടൈം എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഓൾറെഡി എക്സാം എഴുതിയിട്ടുള്ളവർക്ക് they may be familiar with the rules and regulations in the exam hall. അല്ലാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഓക്കെ. ഇനിയും ഞാൻ ഈ പറഞ്ഞ ബാൻഡ്, മൊബൈൽ ഫോൺസ്, സ്മാർട്ട് വാച്ചസ്, എല്ലാ വാച്ചസും ബാൻഡ് ആണ് കേട്ടോ. ബ്ലൂടൂത്ത് ഡിവൈസസ്, ഇയർഫോൺസ്, മൈക്രോഫോൺസ്, ഡിജിറ്റൽ ഡയറി, മെമ്മറി കാർഡ്, ഹാൻഡ് ബാഗ്, പേഴ്സ്, പൗച്ച്, എനിത്തിങ് നിങ്ങൾ അകത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, അഡ്മിറ്റ് കാർഡ്, നിങ്ങളുടെ ID പ്രൂഫ്, അതുപോലെ ബോൾ പോയിന്റ് പെൻ. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് അവിടെ അകത്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നത്. സോ ആ കാര്യം കൂടെ ശ്രദ്ധിച്ചോളൂ. ഓക്കെ.
സോ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. സോ അതുകൊണ്ട് അത് ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. ഞാൻ ഈ പറഞ്ഞ പോലെ 1 to 100 നിങ്ങൾ വിസിറ്റ് ചെയ്തിരിക്കണം. അതിൽ എങ്ങനെ പോയാലും ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെ പോയാലും എല്ലാം ഹാർഡ് ആവില്ല. സോ ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതൊരിക്കലും വിടരുത്. സോ ഈസി ക്വസ്റ്റ്യൻസ് ആദ്യം ഇടുക. ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യുക. എലിമിനേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമുക്കറിയാം ABCD, സിയും ഡിയും അല്ലെന്നറിയാം, പിന്നെ എയും ബിയും ഉള്ളത്. സോ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഉള്ള ഒരാൾക്ക് ഓപ്റ്റ് ചെയ്യും. അതിനാണ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ടൈം എപ്പോഴും ട്രാക്കിങ്ങിലായിരിക്കണം. സോ ഒരു ക്വസ്റ്റ്യൻ മോർ ദാൻ 40 സെക്കൻഡ്സ് നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. അൺലസ് നിങ്ങൾ ചില ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഒരു മിനിറ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 3-4 ഒക്കെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും, തിയറി ഓറിയന്റഡ് ആണെങ്കിൽ. സോ അങ്ങനത്തെ കേസ് നമുക്ക് വന്നാൽ മാത്രമേ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ മോർ ദാൻ 40 സെക്കൻഡ്സ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ ഒരു ക്വസ്റ്റ്യൻ മോർ ദാൻ 40 സെക്കൻഡ്സ് കൊടുക്കാതിരിക്കുക. ന്യൂ ടോപ്പിക്സ് അവോയ്ഡ് ചെയ്യുക. അൺടച്ച്ഡ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള യൂണിറ്റ്സോ അൺടച്ച്ഡ് ആയിട്ടുള്ളത് ഉണ്ടെങ്കിൽ എടുക്കരുത്. അതിന്റെ സമ്മറീസ് ഉണ്ടെങ്കിൽ വായിക്കുക. സമ്മറീസ് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക. പഠിക്കാത്ത സെക്ഷൻസിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അറിയാവുന്ന സെക്ഷൻസ് റിവൈസ് ചെയ്യുക ഈ ഒരു സമയത്ത്. ന്യൂ ടോപ്പിക്സ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അവർക്ക് നമുക്ക് കൺഫ്യൂഷൻസ് വരും, ഇതെങ്ങനെയാ വന്നേന്നുള്ളത് വരും. സോ അങ്ങനത്തെ കേസുകൾ ഉണ്ടാവാതിരിക്കുക. ഓക്കെ, എക്സാം ഡേയുടെ അന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ഈസി ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്യുക. നെഗറ്റീവ് മാർക്കിംഗ് ട്രാപ്സ് വരും. ഓൾ ഓഫ് ദിസ്, നൺ ഓഫ് ദിസ് എന്ന് പറയുന്ന ഓപ്ഷൻസുകളൊക്കെ PSCയുടെ സ്ഥിരം നെഗറ്റീവ് മാർക്കിംഗ് ട്രാപ്സ് ആണ്. സോ അത് നോക്കുക. സ്റ്റക്ക് ആണെങ്കിൽ സ്കിപ്പ്, കം ബാക്ക് ലേറ്റർ. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ സ്റ്റക്ക് ആയിട്ട് നിൽക്കുവാണെങ്കിൽ ഓക്കെ, ഞാൻ മെസ്സേജ് കണ്ടില്ല. ഇൻവാലിഡേറ്റഡ് എന്താ സംഭവം? ഇൻവാലിഡേറ്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്ത OMR ഷീറ്റ് വാലിഡേറ്റഡ് അല്ല, അത് ഇൻവാലിഡേറ്റഡ്. അതിന് വാലിഡേഷൻ ഇല്ല, അത് വാലിഡ് അല്ല, ഇൻവാലിഡ് ആണ്. മാർക്കിംഗ് ട്രാപ്സ് ഏതൊക്കെയാണെന്ന് പറയൂ. മാർക്കിംഗ് ട്രാപ്സ് എന്ന് പറഞ്ഞാല് നമ്മളുടെ ഓപ്ഷൻസിനകത്ത് ഈ PSCയുടെ ഒരു വലിയ നെഗറ്റീവ് മാർക്കിംഗ് ട്രാപ്പ് എന്താ അറിയോ? ഓൾ ഓഫ് ദീസ്, അതുപോലെ നൺ ഓഫ് ദീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് വരും. ഒരുവിധം വലിയ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ എന്തെടുക്കും? എയും ബിയും ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിവതും അത് ലാസ്റ്റ് നിങ്ങളുടെ ഏറ്റവും എൻഡിലായിരിക്കണം. ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അത്രയും ഷുവർ ആണെങ്കിൽ മാത്രമേ ഓൾ ഓഫ് ദീസ്, നൺ ഓഫ് ദീസ്. കാരണം PSCയുടെ പല ഓപ്ഷൻസിന്റെയും ലാസ്റ്റ് ഓപ്ഷൻ ഓൾ ഓഫ് ദീസ്, മിക്ക ക്വസ്റ്റ്യൻസിന്റെയും ഓപ്ഷൻസ് ഓൾ ഓഫ് ദീസ് ആണ്. അതൊരു നെഗറ്റീവ് മാർക്കിംഗ് ട്രാപ്പ് ആണ്. നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇട്ടു തരാൻ വേണ്ടിയുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ ABC ഓക്കെ ഓൾ ഓഫ് ദീസ് ആയിരിക്കാം. ഓൾ ഓഫ് ദീസ് എന്ന് പറയുന്ന ഓപ്ഷൻ അത്രയും ഷുവർ ആണെങ്കിൽ മാത്രമേ കൊടുക്കാവുള്ളൂ. അതാണ് നെഗറ്റീവ് മാർക്കിംഗ് ട്രാപ്സ് എന്ന് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു കാരണവശാലും അറിയാത്തൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് അതിനെപ്പറ്റി വലിയൊരു ധാരണയില്ല, വലിയ ധാരണയല്ല, നിങ്ങൾക്ക് ധാരണയേ ഇല്ല, അത് വിട്ടേക്കുക. ഓക്കെ, അത് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾക്ക് ഇപ്പൊ 20 മാർക്ക് കിട്ടിയെങ്കിൽ ആ ഒരൊറ്റ നെഗറ്റീവ് മാർക്കിംഗ് കൊണ്ട് ഓട്ടോമാറ്റിക്കലി നിങ്ങളെ 20 വീണ്ടും കുറയും. സോ അതുകൊണ്ട് നെഗറ്റീവ് മാർക്കിംഗ് ട്രാപ്സ് എന്ന് പറഞ്ഞ ഒന്ന് ഇതാണ്. 2, നിങ്ങൾക്ക് അറിയാൻ മേലാത്ത ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒട്ടും അറിയത്തില്ല, നിങ്ങൾ ആ ഒരു സെക്ഷൻ നോക്കിയിട്ടേ ഇല്ലെങ്കിൽ അതങ്ങ് വിട്ടേക്ക്. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കുവാണെങ്കിൽ അതും സ്കിപ്പ് ചെയ്യുക. തൽക്കാലത്തേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് സ്കിപ്പ് ചെയ്യുക ആൻഡ് കം ബാക്ക് ലേറ്റർ. പിന്നെ വന്നത് നോക്കുക. സോ നൈറ്റ് ബിഫോർ ദ എക്സാം, അതായത് 19th നൈറ്റില് ലൈറ്റ് റിവിഷൻ മാത്രം മതി. മിനിമം 6 അല്ലെങ്കിൽ 7 hours ഉറങ്ങാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം പലരുടെയും എക്സാമിനേഷൻ സെന്റേഴ്സ് ചിലപ്പോൾ നമ്മൾ കണ്ടിട്ട് പോലും ചിലപ്പം പോയിട്ടുണ്ടാവില്ല. സോ അതുകൊണ്ട് ലേറ്റ് നൈറ്റ് പാനിക് റീഡിംഗ് ഒക്കെ, രാത്രി മുഴുവൻ ഇരുന്ന് രാത്രിയിൽ ഊട്ട്സ് മുഴുവൻ ഇരുന്ന് വായിക്കുക, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണെന്ന് ഓൾറെഡി മിസ് പറഞ്ഞു എന്നാൽ പിന്നെ അത് മുഴുവൻ ഇരുന്ന് പഠിക്കാം. അങ്ങനത്തെ ഒരു കേസ് ഉണ്ടാവാതിരിക്കുക. ഈ ഒരു 7 days പ്രോപ്പർ പ്ലാൻ ചെയ്ത് തന്നെ പോവുക. ലേറ്റ് നൈറ്റ് റീഡിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ ജസ്റ്റ് 19th ഒഴിവാക്കുക. മോർണിംഗ് ലൈറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുക. നേരത്തെ തന്നെ എത്താനായിട്ട് ശ്രദ്ധിക്കുക. ഔട്ട്സൈഡ് അതായത് ഈ സിലബസ് ഒക്കെ ഡിസ്കസ് ചെയ്യുക. നമ്മൾ എക്സാമിനേഷൻ സെന്ററിന്റെ ഔട്ട്സൈഡ് ഇരുന്നിട്ട് സിലബസ് ഡിസ്കസ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിവതും അവോയ്ഡ് ചെയ്യുക. സോ മെന്റലി സ്ട്രോങ് ആയിട്ടിരിക്കുക. എന്താണ് ചിലർക്ക് ഓവർ സ്ട്രെസ്ഡ് ആവും എക്സാംസ് ഒക്കെ ആവുമ്പോഴത്തേനും. സോ ആ സമയത്ത് ഒരു ഡീപ് ബ്രെത്ത് ഒക്കെ എടുത്ത് സമാധാനമായിട്ട് പോയി എക്സാം എഴുതുക. ഹൈ പ്രയോറിറ്റി യൂണിറ്റ്സ് നന്നായിട്ട് റിവൈസ് ചെയ്യുക. യു ആർ ഇൻ എ വെരി സ്ട്രോങ് പൊസിഷൻ. ദാറ്റ് മീൻസ് നിങ്ങൾ ഏകദേശം റിവിഷനിലാണ്. സോ ഡിസ്ട്രാക്ഷൻ, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അങ്ങനത്തെ ന്യൂസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ചിലർക്ക് സ്ട്രെസ് കയറും. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ കുറച്ച് സ്റ്റേ അവേ. ഓക്കെ,
സോ എക്സാമിന്റെ സമയത്താണെങ്കിലും 5 ടഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആദ്യമേ കണ്ടു എന്ന് വിചാരിക്കുക. പാനിക് ആവാതിരിക്കുക. ഒരു കാര്യം ചിന്തിച്ചാൽ മതി, എല്ലാവരും സെയിം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് അറ്റൻഡ് ചെയ്യുന്നത് അല്ലെ? ഞാൻ അറ്റൻഡ് ചെയ്യുന്നതും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നതും ഒരു ഫേസിങ് സെയിം പേപ്പർ ആണ്. സോ ആദ്യത്തെ 5 ടഫ് ക്വസ്റ്റ്യൻസ് എനിക്ക് ടഫ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർക്കും ടഫ് ആവും. എനിക്കുള്ള നല്ല ക്വസ്റ്റ്യൻസ് പുറകെ ഉണ്ടെന്ന് വിചാരിക്കുക. സോ പേപ്പർ ഓവറോൾ ബാലൻസ്ഡ് ആയിരിക്കും. സോ പെർഫോമൻസിനെ അത് അഫക്റ്റ് ചെയ്യാതിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എക്സാം ഡേ ചെക്ക് ലിസ്റ്റിൽ വേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അഡ്മിറ്റ് കാർഡ്, പെൻ, പെൻസിൽസ്, ഇറേസേഴ്സ്, പെന്നും ഇതൊന്നും എടുക്കണ്ട കേട്ടോ. ഇതൊക്കെ അലൗഡ് അല്ല മിക്കവാറും. ബോൾ പോയിന്റ് പെൻ മാത്രം മതി. അതുപോലെ വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫ്. പറഞ്ഞു. ഹോൾ ടിക്കറ്റിലെ അഡ്രസ്സും ID പ്രൂഫിലെ അഡ്രസ്സും ഡിഫറെന്റ് ആണെങ്കിൽ കുഴപ്പമുണ്ടോ? ഹോൾ ടിക്കറ്റിലെ അഡ്രസ്സും ആ ID പ്രൂഫില് ഈ അഡ്രസ് കാണിക്കുന്ന ഏതെങ്കിലും ID പ്രൂഫ് ഉണ്ടോ? പാസ്പോർട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, ബെറ്റർ ആ 2 പ്രൂഫും കയ്യിലെടുത്തോളുക. ഓക്കെ. കാരണം ചില സമയത്ത് അഡ്മിറ്റ് കാർഡിലെ ID കാണിക്കുന്ന പ്രൂഫ് കാണിക്കാനായിരിക്കും മിക്കപ്പോഴും പറയുക. സോ ആ കേസിൽ ഒരു 2ഉം കയ്യിലെടുത്തോളുക. സോ അവിടെ കാണിക്കുന്ന സമയത്ത് അവരോട് ചോദിക്കുക, ഇത് എനിക്ക് മിക്കവാറും ഹസ്ബൻഡിന്റെ അഡ്രസ് ആയിരിക്കും ഒന്നല്ലേ? അതെ അതെ. ഓക്കെ, മനസ്സിലായി. സോ അങ്ങനത്തെ കേസിൽ 2ഉം എടുത്തോളുക. എന്നിട്ട് നമുക്ക് അവിടെ ചോദിച്ചിട്ട് പറയുക, എന്റെ അഡ്മിറ്റ് കാർഡിലെ അഡ്രസ്സും ഇതും കൂടെ. ശരിക്കും നിങ്ങളെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. അഡ്രസ് മിസ്മാച്ച് അവിടെ ഉണ്ടാവേണ്ട കേസ് ഇല്ല. എനിവേ 2ഉം കയ്യിലെടുക്കുക. ഏതാണ് അപ്രൂവ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കയറാം. ഓക്കെ. പിന്നെ മെന്റലി പ്രിപ്പയർ ആയിട്ടിരിക്കുക. കോൺഫിഡൻസ് ആണ് നമുക്ക് വേണ്ടത്. പാനിക് ആവാതിരിക്കുക. എല്ലാം സ്റ്റാർട്ടിങ് എവറിത്തിങ് ടു സ്റ്റഡി എവറിത്തിങ് അഗെയിൻ നടക്കത്തില്ല. സ്മാർട്ട് റിവിഷൻ, പ്രോപ്പർ എക്സാം സ്ട്രാറ്റജി ഉണ്ടാവുക. യു ക്യാൻ ക്രാക്ക് ദ എക്സാം. ഓക്കെ, സോ നമുക്ക് ശരിക്കും എക്സാംസിന് മാർക്ക്, PSC എക്സാംസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും നമുക്ക് അറിവില്ലാത്തത് കൊണ്ടല്ല. നമുക്ക് ചിലപ്പോൾ നല്ല അറിവുണ്ട്. സബ്ജക്റ്റീവ് ആയിരുന്നെങ്കിൽ നമ്മളൊരു കലക്കിയേനെ. ഒരു essay ഒരു 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ നമുക്ക് ഒരു 15 മാർക്കും നേടിയെടുക്കായിരുന്നു. പക്ഷെ നമുക്കത് അറിവില്ലാത്തതുകൊണ്ടല്ല. പക്ഷെ നമുക്ക് എക്സാം ഹോളിനകത്ത് നമുക്ക് വേണ്ടത് സ്പീഡ് ആൻഡ് ആക്യുറസി. സ്പീഡും ആക്യുറസിയും കൂടെ ഒരുമിച്ച് വന്നാൽ വി വിൽ ക്രാക്ക് ഇറ്റ്. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ നല്ലതായിട്ട് ആൻസർ ചെയ്തേനെ. അപ്പൊ നമുക്ക് വേണ്ടത് എക്സാം ക്വസ്റ്റ്യൻ നോക്കുക, ഓപ്ഷൻസ് നോക്കുക, നമ്മൾ പഠിച്ചത് ഓർക്കുക, ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻസ് പ്രോപ്പർ ആയിട്ട് വായിക്കുക. കാരണം നോട്ട്, വിച്ച് ഓഫ് ദീസ് ആർ നോട്ട് എന്ന് പറഞ്ഞു, വിച്ച് ഓഫ് ദീസ് ആർ എന്ന് പറയും. സോ അങ്ങനത്തെ ട്രാപ്സിലൊന്നും വീഴരുത്. പ്രോപ്പർ ആയിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക. അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം അറ്റൻഡ് ചെയ്യുക. ടൈം ട്രാക്ക് ചെയ്യുക. അതുപോലെ ന്യൂമറിക്കൽ ആൻസേഴ്സ് ഉണ്ടെങ്കിൽ ഡബിൾ ചെക്ക് ചെയ്യുക. കാരണം ന്യൂമറിക്കൽ ആൻസേഴ്സ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സെറ്റാണ്. കാരണം നമ്മളെ കൊണ്ട് ബൈ ഹാൻഡ് സോൾവ് ചെയ്യാൻ പറ്റുന്ന ന്യൂമറിക്കൽസേ വരത്തുള്ളൂ. അതുപോലെ തന്നെ ഷീറ്റിന്റെ ലാസ്റ്റിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. സോ അതിൽ വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ ന്യൂമറിക്കൽ ആൻസേഴ്സ് ഉണ്ടെങ്കിൽ ഡബിൾ ചെക്ക് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. പിന്നെ എക്സാം ഇസ് നോട്ട് അബൌട്ട് ഇന്റലിജൻസ്. ഈ എക്സാം എന്ന് പറയുന്നത് നമ്മളുടെ സ്പീഡ്, അതുപോലെ തന്നെ നമ്മളുടെ ടൈം കൺട്രോൾ, സോ ഇതൊക്കെയാണ് നമ്മളുടെ ചെക്ക് ചെയ്യുന്നത്. സോ അത് പ്രോപ്പർ ആയിട്ട് പോവുക. നമ്മള് ഓക്കെ, വേറെ കമന്റ്സ് ഒന്നും ഇല്ല. ഓക്കെ, ക്ലോക്ക് വെക്കുമോ എക്സാം ഹോളിൽ? ആക്ച്വലി ക്ലോക്ക് ചില എക്സാം ഹോളിൽ കാണാം, ക്ലോക്ക് കാണാം. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ബെല്ല് വഴിയായിരിക്കും അവർ നിങ്ങളെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, യു ആർ 30 minutes ലെഫ്റ്റ്. സോ അപ്പൊ ഇനി ബാക്കി 1 hour ആണുള്ളത്. പിന്നെയും ഒരു 30 minutes കഴിയുമ്പോൾ റിങ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിച്ചോണം ഇനി 30 minutes കൂടെ ഉള്ളൂ. സോ നിങ്ങളെ ആ ക്ലോക്ക് ഇല്ലാത്ത ക്ലാസ് റൂംസ് ആണെങ്കിൽ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആ ബെൽ സ്ട്രക്ചർ വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഓൾറെഡി സിലബസ് കവർ ചെയ്തു. നൗ യു ജസ്റ്റ് നീഡ് എക്സിക്യൂഷൻ. ഇനി നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക, ഈ വൈക്ക് പ്രാക്ടീസ് ചെയ്യുക, ജസ്റ്റ് റിവിഷൻ ചെയ്യുക. ഓക്കെ, സോ ഈ എക്സാം കഴിഞ്ഞിട്ടോ, എക്സാം ഈസ് ഡൺ. നിങ്ങളുടെ എഫേർട്ട്, നിങ്ങൾ ഇത്രയും നാളും നിങ്ങളുടെ കഷ്ടപ്പാട്, നിങ്ങളുടെ ലേറ്റ് നൈറ്റ് ആയിട്ട് എന്ത് ചെയ്തത്, ഇതിന്റെ എല്ലാം എഫേർട്ട് ലോക്ക് ആയി കഴിഞ്ഞു. അന്ന് വീണ്ടും അതിനെപ്പറ്റി ഓർത്ത് ടെൻഷൻ അടിച്ച് ഇരിക്കരുത്. വരുന്ന കമ്പ്യൂട്ടർ സയൻസ് എക്സാംസിന് വേണ്ടി ഫോക്കസ് ചെയ്യുക. അല്ലെങ്കിൽ കഴിഞ്ഞ എക്സാം എനിക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അത് ഓർത്ത് നിങ്ങളുടെ എനർജി ഒരിക്കലും കളയരുത്. അനലൈസ് ക്വസ്റ്റ്യൻസ്, അതിനുശേഷം അനലൈസ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യുക. സോ അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞ എക്സാംസ് കഴിഞ്ഞു. ഓക്കെ, സോ സ്റ്റേ കാം, സ്റ്റേ ഡിസിപ്ലിൻഡ്, ട്രസ്റ്റ് യുവർ പ്രിപ്പറേഷൻ. നിങ്ങളുടെ പ്രിപ്പറേഷനിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾക്കുള്ള സക്സസ് ഇറ്റ് ഈസ് ഓൺ ദ വേ.
സോ എല്ലാം പഠിച്ചെടുക്കുക. കോമ്പറ്റേറ്റീവ് എക്സാംസ് എന്ന് പറഞ്ഞാൽ എല്ലാം പഠിക്കുക എന്നുള്ളതല്ല, പ്രോപ്പർ ആയിട്ട് റൈറ്റ് തിങ്സ് റിവൈസ് ചെയ്യുക വിത്ത് കോൺഫിഡൻസ്. ഓക്കെ, സോ ഇനിയും വലിച്ചു വാരി എല്ലാം പഠിച്ച് എടുക്കുക എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് ഇനിയും പോസിബിൾ അല്ല. സോ അതുകൊണ്ട് പ്രോപ്പർ ആയിട്ട് റിവൈസ് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. എക്സാം പോസ്റ്റ്പോണിംഗ് എന്തെങ്കിലും നടക്കുവാണെങ്കിൽ വി വിൽ ഇന്റിമേറ്റ് യു. നിങ്ങളെ ഇന്റിമേറ്റ് ചെയ്യാം എങ്ങനെയാണെങ്കിലും, മേ ബി ബൈ സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ ഒരു വീഡിയോ, അല്ലെങ്കിൽ ഒരു ലൈവ്. സോ എങ്ങനെയാണെങ്കിലും ഇന്റിമേറ്റ് ചെയ്യാം. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് എല്ലാവരും അറ്റൻഡ് ചെയ്യുക. പ്രിപ്പറേഷൻസ് ഒക്കെ നമ്മൾ ചെയ്തതിന് ഒരു സ്കോർ ഇടാനായിട്ട് പോവുകയാണ്. സോ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? മാം, ഡ്രോപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തവർക്ക് മാർക്ക് കിട്ടും, അല്ല അറ്റൻഡ് ചെയ്യാത്തവർക്ക് മാർക്ക് കിട്ടൂലേ? ഡ്രോപ്പ് ചെയ്ത, അതായത് ഡ്രോപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യാതെ വിട്ട ക്വസ്റ്റ്യൻസ് ആണോ? അല്ല, നമ്മളിപ്പം ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു, ഡ്രോപ്പ് ചെയ്തു, അപ്പൊ അറ്റൻഡ് ചെയ്തവർക്കാണ് മാർക്ക് കിട്ടുക, അല്ല ആർക്കും മാർക്ക് ഉണ്ടാവില്ല, അങ്ങനെയാണോ? ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ അവർ തന്നെ ക്യാൻസൽ ചെയ്യുവാണ് അല്ലേ? അതെ. ഫ്രം ദ PSC അത് ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ അത് എല്ലാവർക്കുമേ കൊടുക്കത്തുള്ളൂ. അറ്റൻഡ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും മാർക്ക് കിട്ടും. അതെ, അത് എക്സാം ഷീറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. അതിന്റെ പ്രോപ്പർ പ്ലാനിങ് നോർമലി കൊടുക്കുവാണെങ്കിൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ടാണ് കൊടുക്കുക. കാരണം പിന്നെ അത് ആര് അറ്റൻഡ് ചെയ്തു, ആര് അറ്റൻഡ് ചെയ്തില്ല എന്നുള്ള ഒരു ഇത് വരത്തില്ല. കാരണം ഒരു 1 വീക്ക് കഴിയുമ്പോഴത്തേനും, 1 വീക്കാണോ മേ ബി ആ ഒരു ഗ്യാപ്പ് കഴിയുമ്പോഴത്തേനും എക്സാം ആൻസർ ഷീറ്റ് വരും. ആൻസർ ഷീറ്റ് അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ നമുക്കാണെങ്കിലും ആൻസർ ഷീറ്റ് അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്യൂസ് ഉണ്ട്, ഓക്കെ ഇതല്ല ആൻസർ, ഇതാണ് ആൻസർ എന്നുള്ള രീതിയിൽ നമുക്കും കൊടുക്കാം. സോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് ക്വസ്റ്റ്യൻ ആണ് ക്യാൻസൽ ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ വരിക. സോ അത് ഞാൻ ഒന്നും കൂടെ ഒന്ന് കൺഫേം ചെയ്തിട്ട് അതിനെപ്പറ്റി പറയാം. നോർമലി എല്ലാവർക്കും കൂടെ ആണ് പിന്നെ അതിനെ പറ്റി പോവുക. ഒന്നുകിൽ അത് 75, ഇപ്പം 100-ലാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി പിന്നെ 10 ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയി പോയാൽ ചിലപ്പോൾ 90-ലായിരിക്കും അവർ പിന്നെ മാർക്ക് ഇടുക. മിസ്, പിന്നെ UGC നെറ്റിലെല്ലാം ഇപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാല് അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്തവർക്ക് മാത്രമാണ് മാർക്ക് കിട്ടുക, അറ്റൻഡ് ചെയ്യാത്തവർക്ക് അതിന് മാർക്ക് കിട്ടൂല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫുള്ള് KPSC അങ്ങനെ തന്നെയാണ്. UGC നെറ്റും PSCയുടെ തന്നെ അല്ലേ, കേരള PSCയുടെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിലും അങ്ങനെ തന്നെ, അറ്റൻഡ് ചെയ്തവർക്ക് മാത്രമേ മാർക്ക് കൊടുക്കാൻ ചാൻസ് ഉള്ളൂ. അങ്ങനെ ആണെങ്കിൽ UGC നെറ്റിൽ അങ്ങനെ ആണെങ്കിൽ ഓവറോൾ എല്ലാ എക്സാംസും അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, വേറെ ഇങ്ങനത്തെ കൺസേൺസ് പറയാം, അപ്പൊ ബാക്കിയുള്ളവർക്കും കൂടെ മനസ്സിലാവാൻ പറ്റും. മാം, പ്രീവിയസ് ഇയറിലെ കട്ട് ഓഫ് എത്രയായിരുന്നു കമ്പ്യൂട്ടർ പ്രോഗ്രാമറിന്? ആക്ച്വലി അസിസ്റ്റന്റ് പ്രോഗ്രാമറിന്റെ കട്ട് ഓഫ് ഐ തിങ്ക് ഇത് 65 സംതിങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. 65 to 70 ആ ഒരു റേഞ്ച് ആണെന്നാണ് പ്രീവിയസ് ഇയർ. ഓക്കെ, എക്സാക്ട് എനിക്ക് അറിയില്ല കറക്റ്റ് എത്ര ആയിരുന്നു കട്ട് ഓഫ് എന്നുള്ളത്. എനിവേ 65 to 70 ആ ഒരു റേഞ്ചിലായിരുന്നു. ഓക്കെ, സോ എല്ലാവരും അഡ്മിറ്റ് കാർഡിന്റെ ഒക്കെ പ്രിന്റ് ഒക്കെ എടുത്ത് വെച്ചേക്കുക. എക്സാം പോസ്റ്റ്പോണ്ട് ആവുകയാണെങ്കിൽ അതിനുള്ള ബാക്കി റീഷെഡ്യൂൾ ഡേറ്റ്സ് ഒക്കെ ഉടനെ തന്നെ ഉണ്ടാവും. ഓക്കെ, സോ ഓൾ ദ വെരി ബെസ്റ്റ്. വേറെ സംശയങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, അത് അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. Okay, so thank you and have a nice day. Wish you all the very best in the upcoming exam. See you all. Bye. Thank you, ma'am. Thank you, ma'am. Thank you so much. Thank you, Vidya. Thank you, Adra. Thank you, Sriji. All the best, എല്ലാവർക്കും. Okay, thank you. Thank you. Thank you, Jace.